Good morning all. ഇത് ഒരു AI-driven tools-നെ പറ്റിയിട്ടുള്ള റിസർച്ച് വർക്ക്ഷോപ്പാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും റിസർച്ച് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ റിസർച്ചിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊരു വർക്ക്ഷോപ്പ് വന്നപ്പോൾ ആദ്യം പറഞ്ഞതെന്ന് പറയുന്നത് ഹൗ വി ക്യാൻ യൂസ് AI. കാരണം ഞാനാണ് എൻ്റെ റിസർച്ച് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് 2012-ലാണ്. അന്ന് ഞങ്ങൾക്ക് AI ഉണ്ടായിരുന്നില്ല. എനിക്ക് ലൈബ്രറി റിസർച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ലൈബ്രറിയിൽ പോവുക, പല ലൈബ്രറിയിൽ വിസിറ്റ് ചെയ്യുക. അന്ന് പറഞ്ഞാൽ അമോസ് പോലും സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമായിട്ടുള്ളൂ. സോ അവർ റിസർച്ച് വാസ് ഇൻ എ ഡിഫറെൻറ്റ് ഓൾടുഗദർ ഇൻ എ ഡിഫറെൻറ്റ് ടാൻഷൻ വി ഡിഡ് അവർ റിസർച്ച്. അന്ന് ഈ പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആവശ്യമായിരുന്നില്ല. PhD സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ജേർണൽ പബ്ലിക്കേഷൻ ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മളുടെ അധ്യാപന പരിശീലനയോ അല്ലെങ്കിൽ അധ്യാപന കഴിവിനെയോ ഒരിക്കലും പബ്ലിക്കേഷൻസ് കൊണ്ട് വിലയിരുത്താറില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലായിരുന്നു ഞാൻ എൻ്റെ PhD സബ്മിറ്റ് ചെയ്തത്. പക്ഷെ അതിനുശേഷം ഒരു ദശകം കഴിഞ്ഞപ്പോൾ the picture has totally changed. Now, without publication, if you want to be a faculty in any of the B schools or even any arts and science college, is publish or perish. Along with the documentation and administrative work, we are forced to do publications. അപ്പോൾ പബ്ലിഷ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ അധ്യാപനം എന്ന നമ്മളുടെ ആ ജോബിന് തന്നെ it's a very mandatory aspect. And for scholars, it's compulsory that they have to publish minimum 2 scopus indexed articles. അപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ പലരും റിസർച്ചിൻ്റെ പല ഘട്ടങ്ങളിലാണ്. അപ്പോൾ ആദ്യത്തെ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ബേസിക് ആസ്പെക്ട്സ് ആണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ആവശ്യപ്രകാരം കാരണം അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ റിസർച്ചിന് ജേർണൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഇതിലുണ്ട്. സോ നമ്മൾ അപ്പോൾ ഇത് എന്തായാലും ഇത് പലരും ഇപ്പോൾ ഇവിടെ കുറച്ച് പേര് സാറ്റിന് വന്നിട്ടുള്ള സ്കോളേഴ്സ് ഉണ്ട്. അവർ പറഞ്ഞ ഒരു മോഡൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണുള്ളത്. പിന്നെ അതുപോലെ ഇവിടെ എൻ്റെ ഫാക്കൽറ്റി കൊളീഗ്സ് ഉണ്ട് who has published many articles in esteemed scopus indexed and also AICTE A category publication ഉള്ള ഫാക്കൽറ്റി മെമ്പേഴ്സും ഫാക്കൽറ്റി കൊളീഗ്സും ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ആദ്യം പറയുന്ന ആദ്യത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകണമെന്നില്ല, പക്ഷേ അത് നിങ്ങൾക്കൊരു റിഫ്രഷ്മെൻറ്റ് ആകുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ ആലോചിക്കേണ്ടത് നമ്മൾ എന്തിനാണ് ഒരു ഗവേഷണ പ്രബന്ധം അത് പ്രസിദ്ധീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്. What is the requirement to publish on? Because we have already collected the data and everything is done. അങ്ങനെയാണുള്ള ഒരു സന്ദർഭത്തിലാണെങ്കിലും അതെല്ലാം നമ്മൾ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പിലാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഫസ്റ്റ് ചോദ്യം എന്താണെന്നുണ്ടെങ്കിൽ എന്തിനെ നമ്മൾ പബ്ലിഷ് ചെയ്യണം. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ മൈൻഡിൽ വളരെ ക്ലിയർ ആയിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട്. So the first is whether you are in a very comfortable position and you want to just disseminate knowledge. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറിക്ക് നമ്മളുടേതായ രീതിയിൽ നമ്മൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും നമ്മളുടെ റിസർച്ചിനെ പബ്ലിഷ് ചെയ്തിരിക്കണം. രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓരോ ആസ്പെക്റ്റിലും നമ്മളുടെ റിസർച്ചിൻ്റെ ഇൻറ്റൻസിറ്റി വേരി ചെയ്യും. ഹൗ മച്ച് റിഗർ വി ഹാവ് ടു ഗീവ് ഫോർ അവർ റിസർച്ച് വേരീസ് along with the requirement of our publication, means which way we want to publish it. രണ്ടാമത് നമുക്ക് പ്രൊമോഷൻസിന് വേണ്ടി മാത്രമാണ് അത് വിസിബിലിറ്റി ആസ് എ റിസർച്ചർ ഇൻ അവർ പെർട്ടിക്കുലർ ഡൊമൈൻ. കാരണം നമുക്ക് കുറച്ച് പബ്ലിക്കേഷൻസ് ആയി കഴിയുമ്പോൾ നമ്മളുടെ തന്നെ ഡൊമൈനിൽ നമുക്കൊരു വിസിബിലിറ്റി കിട്ടും. ആ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പല വിധത്തിലായിരിക്കും. കാരണം നമ്മൾ പല ഫോറത്തിലെയും മെമ്പറായി മാറും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ കേരളത്തിൽ മാത്രം ഇരിക്കുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ us to collect international collaborations.
പക്ഷേ നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് ഏരിയയിൽ അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജേർണൽസിൽ പബ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വിസിബിലിറ്റി ആസ് എ ഡൊമൈൻ എക്സ്പേർട്ട് വിൽ ഇൻക്രീസ് ആൻഡ് ദാറ്റ് ഇൻഷുവേഴ്സ് international collaborations. We need not have to go there and request for a collaboration, rather than they will write to us and they will contact us. അത് ചിലപ്പോൾ ചൈനയിലത്തെ ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്റ്റോഫർ യൂണിവേഴ്സിറ്റി ആയിരിക്കാം, പല ഡിഫറെൻറ്റ് ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ആയിരിക്കാം, മൊണാഷ് യൂണിവേഴ്സിറ്റി ആയിരിക്കാം. They will approach us because they also require data from India to do different comparisons, especially in management field. അതായത് ഞാൻ HR and OB സെക്ഷനാണ്. അപ്പോൾ HR and OBയിൽ definitely world is looking into what the cross-cultural sensitivity of the Indian market space. So Indian organizations-ലെ work group differences-ഉം diversity-യും ആ ഇന്ത്യൻ ഡാറ്റയെ വെച്ചിട്ട് എങ്ങനെ ചെയ്യണമെന്ന് അറിയാനായിട്ട് definitely world is looking into it. So അവർ നമ്മളെ അപ്രോച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്റർനാഷണൽ കൊളാബറേഷൻസ് കിട്ടും, ആൻഡ് ദാറ്റ് ഓട്ടോമാറ്റിക്കലി റിഫ്ലെക്ട്സ് ഓൺ ദ വേ യു ടേക്ക് ദ സെഷൻസ് ഇൻ യുവർ ക്ലാസ് റൂം. ദ മോർ യു ഹാവ് എക്സ്പോഷർ, ഡെഫിനറ്റ്ലി യുവർ ക്ലാസ് വിൽ ഹാവ് ദ ഡെപ്ത് ആൻഡ് യുവർ സ്റ്റുഡൻസ് വിൽ ഹാവ് അഡീഷണൽ നോളജ്, ആൻഡ് ദാറ്റ് ഇൻ എ വേ വിൽ ഡെഫിനറ്റ്ലി റിഫ്ലെക്ട് ആസ് എ ടീച്ചർ ഹൗ ഇസ് യുവർ കോൺഫിഡൻസ് എന്നെല്ലാം റിഫ്ലെക്ട് ചെയ്യും. നമ്മുടെ പ്രൊമോഷൻസിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ആസ് എ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നമ്മളുടെ അധ്യാപനത്തിനെയും ഒരു റിസർച്ച് വളരെ നല്ല രീതിയിലാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെയുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രി കൺസൾട്ടൻസി. നമ്മളുടെ ഇവിടെയുള്ള മെജോറിറ്റി ആൾക്കാരും മാനേജ്മെന്റ് ഫീൽഡിൽ റിസർച്ച് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ടെക്നോളജി രീതിയിലായിരിക്കും. ഈ രണ്ട് പ്രൊഫഷനും ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു കോമ്പണൻ്റാണ് കൺസൾട്ടൻസി വർക്ക്സ്. കാരണം നമ്മൾ ആസ് എ ടീച്ചർ വി മൂവ് ഫോർവേഡ് ആഫ്റ്റർ എ certain level we need more consultancy works along with the teaching. ഈ കൺസൾട്ടൻസി കിട്ടാനായിട്ട് ഓർഗനൈസേഷൻസ് നമ്മളെ ട്രസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ റിസർച്ച് കോഴ്സ് വെച്ചിട്ടായിരിക്കും. അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് മാത്രമല്ല ഒരു കൺസൾട്ടൻസി കിട്ടാനുള്ള ഫാക്ടർ, ബട്ട് ഡെഫിനറ്റ്ലി ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മളുടെ റിസർച്ച്, നമ്മളുടെ ഗവേഷണ പ്രബന്ധത്തിൻ്റെ ഏത് ആവശ്യത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ നമ്മളുടെ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. PhD അല്ല, PhD കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ PhDയിൽ തന്നെ പലപ്പോഴും മാനേജ്മെൻറ്റ് സ്റ്റുഡൻസിൻ്റെ റിസർച്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഓർഗനൈസേഷനിലുള്ള ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ ഒരൊറ്റ ഓർഗനൈസേഷൻ ആയിരിക്കില്ല, ഒരു ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ഒരു പ്രോബ്ലത്തിനെ നമ്മൾ എങ്ങനെ ബെറ്റർ വേയിൽ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കും മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ ഗവേഷണ പ്രബന്ധങ്ങളെല്ലാം തന്നെ. അത് HR ആയാലും ഫിനാൻസ് ആയാലും മാർക്കറ്റിംഗ് ആയാലും അതിന് മെയിൻ ക്രക്സ് അതായിരിക്കും. ഇപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ പ്യുവർ സയൻസിലാണെന്നുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ദേ വിൽ ട്രൈ ടു again solve a practical issue that is existing in the industry. So നമ്മുടെ റിസർച്ചിൻ്റെ ആ ബേസിക് എയിം നമ്മൾ ആദ്യം ഫിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ പബ്ലിക്കേഷനിലേക്ക് പോകാനായിട്ട്. പിന്നെ പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ നമ്മളോട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. The first thing is say no to paid journals. ഒരുപാട് ജേർണൽ available ആണ് right now. So first thing that we have to say is no to paid journals and say no to plagiarism. And അതിൽ തന്നെ MDPI എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ജേർണലാണ്. പക്ഷേ നമ്മളൊരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ജോബിനെല്ലാം ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ പബ്ലിക്കേഷൻസ് MDPI സസ്റ്റൈനബിലിറ്റി ജേർണൽസിൽ വന്നു എന്ന് പറയുന്നത് ആസ് എ റിസർച്ചർ നമ്മുടെ ക്രെഡിബിലിറ്റിക്ക് വാല്യൂ ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ എല്ലായ്പ്പോഴും റിസർച്ച് സ്കോളേഴ്സിൻ്റെ മൈൻഡിലുള്ള ഒരു ഡൗട്ടാണ്, ലൈക്ക് നമ്മൾ എങ്ങനെയാണ് റൈറ്റ് ജേർണലിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്. മാനേജ്മെൻറ്റിലായിരിക്കുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ്
ലൈക്ക് ഇൻഡെക്സിങ് പാറ്റേൺസ് ഉണ്ട്. അതായത് സ്കോപ്പസിന് ഉണ്ടാകാം. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ FT50 ജേർണൽസ്. അത് നമ്മൾ പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ we have to work really hard if we want to get published in FT50 journals. അതിനുശേഷം വരുന്നതാണ് ABS കാറ്റഗറിയിലുള്ളത്. ആ ജേർണൽസിൽ പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ റിഗർ ഓഫ് ദി ഡാറ്റ കളക്ഷൻ ആൻഡ് ദ ഡിഫറെൻറ്റ് ലൈക്ക് ഇപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ റിസർച്ചിൻ്റെ പല രീതിയിലും പല ഘട്ടങ്ങളിലുള്ളവരായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം A സ്റ്റാർ പബ്ലിക്കേഷൻസിലേക്ക് നമ്മൾ ജേർണൽ ആർട്ടിക്കിൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ they even insist that from the very data collection stage itself we have to register. അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടെ ഡാറ്റയിൽ യാതൊരു വിധത്തിലുള്ള മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഡാറ്റ കളക്ട് ചെയ്യുന്നത് തന്നെ ജേർണലിൻ്റെ ഡാറ്റ സെൻറ്ററിൽ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ദെൻ വിത്ത് ദ ഡാറ്റ വി ആർ ഡൂയിങ് ദ അനാലിസിസ്. സോ ഡാറ്റ ട്വീക്കിംഗ് എന്നുള്ള ഒരു പ്രോബിലിറ്റിക്ക് പോലും അവസരം കൊടുക്കുന്നില്ല ഇപ്പോൾ നല്ല റാങ്കിങ്ങിലുള്ള ജേർണൽസ്. സോ അതുകൊണ്ട് തന്നെ ഈ പ്ലേജറിസം ആൻഡ് ഈ പെയ്ഡ് ജേർണൽസിലേക്ക് നമ്മൾ ഒരിക്കലും നമ്മുടെ ആർട്ടിക്കിൾസ് അയക്കരുത്. കാരണം ഓൺലൈനിൽ നമ്മുടെ ഒരു ഫുട് പ്രിന്റ് വന്നു കഴിഞ്ഞാൽ we can't erase it. So it's always be a question mark on our integrity as a researcher. So നമ്മൾ എങ്ങനെയാണ് ഈ പ്ലേജറിസം അല്ലെങ്കിൽ ക്ലോൺഡ് ജേർണൽസ് ഇല്ലാതെ കണ്ട് ജേർണൽസ് ഫസ്റ്റ് ചെയ്യാനുള്ളത്? അപ്പോൾ ജേർണൽ ഫൈൻഡിങ് ആണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ആൻഡ് ഐ നോ മെനി ഓഫ് യു ഹാവ് ഓൾറെഡി പബ്ലിഷ്ഡ്. ഞാൻ അഞ്ജലി മാമിനെ ഒക്കെ നോക്കുകയാണ്. ഷീ ഹാസ് ഓൾറെഡി ഗ്രേറ്റ് പബ്ലിക്കേഷൻസ്. Sebastian sir also have publications. So this is maybe a repetition for you and you know about it. നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് സ്കിമാഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് എടുക്കാൻ പറ്റും. ഈ സ്കിമാഗോയില് ഈ സബ്ജക്ട് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഏരിയ ഏതാണെങ്കിൽ, മാനേജ്മെന്റ് ആണെങ്കിൽ എല്ലാ സബ്ജക്റ്റ് ഏരിയയിലും നിങ്ങളുടെ ഈ ഓരോരുത്തരുടെയും സബ്ജക്ട് ഏരിയ ഏതാണെങ്കിലും സ്കിമാഗോയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ സബ്ജക്ട് ഏരിയ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സബ്ജക്ട് ഏരിയയിലുള്ള എല്ലാ സ്കോപ്പസ് ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള ജേർണൽസും കാണാൻ പറ്റും. അതിനുശേഷം ഈ ഒരു സിസ്റ്റത്തിൽ കൂടെ അതിൻ്റെ ഹോം പേജിൽ ഞാൻ ക്ലിക്ക് ചെയ്യും. ആ ജേർണൽ എടുത്ത് ജേർണലിൻ്റെ ഹോം പേജിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പോയിട്ട് നമ്മൾ അതിനുശേഷം ഈ ജേർണലിൽ നമ്മൾ സബ്മിഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിപ്പോൾ Q1 ജേർണലാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് ജേർണൽ ഇൻ മാനേജ്മെന്റ്, ദാറ്റ് ഈസ് അക്കാഡമി ഓഫ് മാനേജ്മെന്റ് ജേർണൽ. അല്ല ഏത് Q1, Q2, Q3, Q4 ഏത് ക്വാർട്ടൈലിൽ വരുന്നത് Q1 എന്ന് പറഞ്ഞാൽ സ്കോപ്പസ് ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ സൈറ്റേഷൻസ് കിട്ടുന്ന ജേർണൽസ് വരുന്നതാണ് Q1. അപ്പോൾ Q1, Q2, Q3, Q4 ഏത് ജേർണലിൻ്റെ ഹോം പേജിൽ പോയിട്ട് ത്രൂ ദിസ് ഹോം പേജ് ദർ ഇസ് സബ്മിറ്റ് ടു ദിസ് ജേർണൽ എന്ന് പറഞ്ഞിട്ട് ഒരു പോർട്ടൽ ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ ജേർണൽ നമ്മുടെ ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരിക്കലും ഒരു ക്ലോൺഡ് അല്ലെങ്കിൽ പ്രിഡേറ്ററി ജേർണൽ ആയിരിക്കില്ല. അതല്ലാന്നുണ്ടെങ്കിൽ കാരണം ഏറ്റവും ബെസ്റ്റ് ജേർണലിൻ്റെയും ക്ലോൺഡ് വേർഷൻസ് ആർ അവൈലബിൾ. പക്ഷേ നമ്മളൊരു ജേർണലിൻ്റെ സൈറ്റിൽ പോയിട്ട് ഈ സ്കിമാഗോ ത്രൂ ആയിട്ട് ഹോം പേജിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും തന്നെ ഒരു ക്ലോണ്ടോ അല്ലെങ്കിൽ ഒരു പ്രിഡേറ്ററി ജേർണലോ ആയിരിക്കില്ല.
step on research that you all have to be a survey. Okay. I can use both, right? Okay. So this is for finding out a journal. And when we are finding out a journal, first thing what you have to do that you have to go to the Schemaco as a website. Like there is a chances that we will be submitting our article to a predatory journal or a clone journal. So to prevent that, what we can do that we can go to the Scopus Schemaco website and we have to find out a particular journal. Either based on the rigor of your research, you know that whether your article has the quality to get it published either in Scopus Q1, Scopus Q2, Scopus Q3, Scopus Q4. So quartile 4 means it's not that rigor and you are not that confident about your own work. So my suggestions to all the researchers that the first you have to start searching from the best of the best journal. Because if you are submitting Academy of Management journals, maybe if it is dust rejection, it's fine. But otherwise, you will be getting great reviews from the reviewers. So if you know that they may reject your journal, reject article, but there will be comments. And if you take the comments and reviews and you incorporate that into your existing article, the depth and intensity and the rigor of your article will be increased manifold. And the next time if you're submitting it again to a Scopus Q1 or A category journal, getting it published, the probability will be very high. So what I'm saying that you have to go to this particular website and there you have to write your subject area and then you will be seeing all the journals that is published in your particular subject area. And from that you have to click that particular journal name and then go to the journal's home page. And in the home page there will be a submit to journal button. And through that if you're submitting your article, it won't be a predatory or a clone journal. Is it? I hope I made it clear. So another thing is that, and this like, Scopus Q1 journal. Others in the leadership and organizational development category. And looking into this journal, you will find out that which all, this is indexed in which all formats. Like this is
is an ABDC. It's abstracted and extreme almost all the good HR and OB. The quality of the journal is very good. But at the same time, to get it published, sir, this program is based on VAANI scheme of AICTE. We have to speak in Malayalam as well because it is mandatory for us. So if at all, I will switch between both the languages so that I will get into your requirements as well. So in-text aspects top leadership OB HR area domain one of the best journals but this journal now if we want to get our article published it will take minimum of 18 months time. പക്ഷേ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് അയക്കുകയാണെങ്കിൽ പോലും അവരുടെ എടുക്കുന്ന ഡെസ്ക് പ്രൊജക്ഷന് മുമ്പ് ഇതിൻ്റെ എഡിറ്റർ they used to send us a small mail stating that if your article is not compatible for this particular journal, but he will usually state the reasons for it. So നമ്മളൊരു journal find out ചെയ്യുന്നതിൻ്റെ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ജേർണലിൻ്റെ എഡിറ്ററിനെ പറ്റി അറിയാറുള്ളത്. There is another journal called Leadership Studies. So അതിൻ്റെ എഡിറ്റർ എന്ന് പറഞ്ഞാൽ നദാൻ ഹാർട്ടർ എന്ന് പറഞ്ഞിട്ട് he is a professor at one of the university in US. But he makes sure that he gives valid comments if he finds that the journal or the article is worth reading or it is contributing something extra to the existing literature and existing theory. He will always make few comments about how can we improve our article. And if we incorporate that comment while submitting it to the next journal, definitely the probability of getting it published will be very high. So either usually, how much we know about journal, the more important is also knowing the editor of the journal. Our journal, നമുക്ക് അറിയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻ ഹിസ്റ്ററി അദ്ദേഹത്തിൻ്റെ ഡൊമൈൻ എക്സ്പെർട്ടൈസും അറിയുകയാണെങ്കിൽ നമ്മൾ എഴുതിയത് നദാൻ ഹാർട്ടർ is a great leadership scholar. So if you are writing an article which is related with leadership, it will definitely help us to get some sort of review comments. So നമ്മൾ എഴുതുമ്പോൾ ജേർണലിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ജേർണലിൻ്റെ എഡിറ്ററിനെ പറ്റിയിട്ടുള്ള അത് അസോസിയേറ്റ് എഡിറ്റർ ആയാലും കാരണം ഫസ്റ്റ് ഡെസ്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ മിക്കവാറും എഡിറ്റർ ആയിരിക്കില്ല അസോസിയേറ്റ് എഡിറ്റർ ആയിരിക്കും പക്ഷേ എഡിറ്റർ ഡിസിഷൻസ് ഉണ്ടായിരിക്കും പലപ്പോഴും കാരണം 4 റിവ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ 3 റിവ്യൂവേഴ്സ് നമ്മളുടെ യെസ് പറയും ഒരാൾ നോ പറയുകയും ചെയ്യുകയാണെങ്കിലും എ അല്ലെങ്കിൽ സ്കോപ്പസ് Q1 കാറ്റഗറിയിലുള്ള ജേർണൽസ് നമ്മൾ പബ്ലിഷ് ചെയ്യില്ല പക്ഷേ അത് ജേർണൽ എഡിറ്ററിൻ്റെ ഡിസിഷൻ ആയിരിക്കും whether to publish it or not. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളുടെ പെർട്ടിക്കുലർ ആർട്ടിക്കിൾ is very much related with this subject area or this domain expertise, the probability of getting it published will be very high. At least ഒരു റിവ്യൂവിന് പോകാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും ടെസ്റ്റ് റിജക്ഷൻ നടക്കില്ല. സോ നമ്മൾ ജേർണൽ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ എന്നോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ജേർണൽ എഡിറ്ററിൻ്റെ ഡൊമൈൻ എക്സ്പെർട്ടൈസിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക ഗ്യാദർ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഈ ജേർണലിൽ അതുപോലെ തന്നെ നമ്മുടെ ക്ലോൺ അല്ലെങ്കിൽ പ്രിഡേറ്ററി ജേർണലിലല്ല പോകുന്നതിനുള്ള ഒരു എഷ്യൂറൻസ് എന്ന് പറഞ്ഞാൽ ദ പബ്ലിഷിംഗ് ഹൗസസ് ഇഫ് ഇറ്റ് ഇസ് എമറാൾഡ്, സേജ്, ടൈലർ ആൻഡ് ഫ്രാൻസിസ്, റൂട്ട്ലെഡ്ജ് ഇങ്ങനെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പബ്ലിഷിംഗ് ഹൗസസിൻ്റെ ജേർണൽസ് ആകുമ്പോൾ അത് യൂഷ്വലി അവരുടെ അബ്സ്ട്രാക്ടിങ് ആൻഡ് ഇൻഡെക്സിംഗ് രീതി ആബ്സൊല്യൂട്ട്ലി കറക്റ്റ്. അപ്പോൾ അത് പ്രിഡേറ്ററി അല്ലെങ്കിൽ ആ ഒരു ക്ലോൺ ജേർണൽ കാറ്റഗറിയിൽ പോകില്ല. ഈ ഒരു ജേർണലിൻ്റെ
we all have to be thoroughly go through it. In all aspects, the subject area of journal author guidelines that is publishing platform author guidelines all aspects we have to keep in mind. We have to correct follow the abstract 200 words never ever try to go for 208 or 210 words. The reason is even edited there is all probability that our journal will be rejected. Reference for pala journals referencing numbers limit journals 45 55 journal number limit page numbers limit limit exceed technical aspects even technical aspects research paper research rigor paper initial desk rejection overcome chances are very high. This article 4,000 to 6,000 word limit. So never ever exceed that 6,000 word limit when you are submitting the article first time, including the tables and figures and everything. Never ever try to exceed that. And even after a first, second, third, pala journals are 8 to revision 8 to 8 assurance published basic reasons. For example, journal in business, international business education journal, which is called ABDC listed journal. Article accept they have a huge number of article submissions rated and July article accept situation so inflow to the article reputed journals article submission rate is so high. So basic technical errors important like referencing style. That's journal referencing style that correct referencing style we have to follow. This is a predatory journal example. I want to show this.
No, it's fine. If you, I will share this PPTs with you. So if you go through that particular URL, you will find that that is almost all the article published by Indian scholars. Okay, and one of the reputed, like I'm not saying, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പല നല്ല യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാർ അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള URL. ഈ URL എടുത്ത് നോക്കിയാൽ ദാറ്റ് ഈസ് ദ ഒറിജിനൽ URL ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ജേർണൽ. അത് ആക്ച്വലി ഇറ്റ്സ് എ ചൈനീസ് ജേർണൽ. അവർക്ക് ഇംഗ്ലീഷ് വേർഷൻ ഇല്ല. ZDR എന്ന് പറഞ്ഞിട്ടുള്ള ജേർണലാണ് അത്. പക്ഷെ ഇത് നമ്മളുടെ ആദ്യം കുറ്റമല്ല. കാരണം എന്താണെങ്കിൽ ഇറ്റ്സ് മേ ബി ഇറ്റ്സ് നോട്ട് പെയ്ഡ് അല്ല ഇത്. ഇറ്റ്സ് പ്യുവർലി എ പ്രിഡേറ്ററി ജേർണൽ. അപ്പോൾ അങ്ങനെ പറ്റിപ്പോകുന്ന ഇനി അവർക്ക് പേയ്മെന്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രിഡേറ്ററി ജേർണൽസിൽ നിന്ന് എക്സാക്ട്ലി നമുക്കറിയില്ല. പലപ്പോഴും മെയിലുകൾ വരും, ഫേക്ക് മെയിൽസ്. Even in the name of the same editor of the same actual journal and leadership studies in the journal editor Nathan Harter aanengil Nathan Harter mail naanu namukku mail varunathu. So we will genuinely believe that that is a true call for paper from that leadership studies, which is an Elsevier journal, but that is not the true fact. It will be a faked one. So definitely ഇങ്ങനെയുള്ള മെയിൽസിന് ഒരിക്കലും നമ്മൾ റിപ്ലൈ ചെയ്യുകയോ നമ്മുടെ ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. നമ്മൾ ഡയറക്റ്റ്ലി ആ സൈറ്റിൽ പോയിട്ട് അതിൻ്റെ ഹോം പേജിൽ പോയിട്ട് സബ്മിറ്റ് ആർട്ടിക്കിൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് മാത്രമേ നമ്മൾ നമ്മുടെ ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. Next most important thing, how we can choose a topic. കാരണം നമ്മുടെ റിസർച്ചിൻ്റെ എല്ലാ ടോപ്പിക്കും ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ അത് ഇങ്ങനെയായിട്ടായിരുന്നു. കാരണം ഇൻട്രൊഡക്ടറി സ്റ്റേജ് ഉണ്ടായിരിക്കും ഒരു കൺസ്ട്രക്റ്റിൻ്റെ. അതിനുശേഷം അതിനൊരു മെച്യൂരിറ്റി ഫേസ് ഉണ്ടായിരിക്കും. ആൻഡ് മെച്യൂരിറ്റി ഫേസിന് ശേഷമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഡിക്ലൈൻ സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ടോപ്പിക്, വെദർ ഇറ്റ് ഈസ് ഇൻ എ ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ് ഓർ ഇൻ എ മെച്യൂരിറ്റി സ്റ്റേറ്റ് ഓർ ഇൻ എ ഡിക്ലൈൻ സ്റ്റേറ്റ് എന്നറിയാനായിട്ട് അതിനൊക്കെയാണ് നമ്മൾ AI ടൂൾസ് ഇറ്റ്സ് വെരി ഹാൻഡി ഫോർ അസ്. അത് ഈ കോർപ്പറേറ്റിന് ശേഷമുള്ള സെഷനിൽ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ഇറ്റ്. കാരണം ദ ലെസ് നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പബ്ലിഷ്ഡ് in the construct which you are finding interesting, that means the construct is only in the introductory stage. അത് കാരണം പണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ സ്കോളർ എടുത്ത് അതിൽ നോക്കുക, അത് ചെക്ക് ചെയ്യുക എത്രത്തോളം ഉണ്ടെന്ന്. പക്ഷെ ഇപ്പോൾ there are different AI tools are there. One is semantic scholar, another one is consensus, and another one is research rabbit, പിന്നെ link maps. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിവ്യൂ ലിറ്ററേച്ചറിന് വേണ്ടിയിട്ടുള്ള AI ടൂൾസ് ഉണ്ട്. അപ്പോൾ ഈ സെമാറ്റിക് സ്കോളറിൽ തന്നെ നമ്മുടെ കറക്റ്റ് കൺസ്ട്രക്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ആർട്ടിക്കിൾസ് നമ്മളുടെ കൺസ്ട്രക്റ്റിൽ പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് വർക്ക് പ്ലേസ് ഹ്യൂമർ എന്നുള്ളൊരു കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ വി മേ ഹാവ് എ ഫീലിംഗ് ദാറ്റ് ഈസ് ടോട്ടലി എ ന്യൂ കൺസ്ട്രക്റ്റ്. ബിക്കോസ് നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അധികം റിസർച്ച് ചെയ്യാത്തൊരു ഏരിയയാണ് വർക്ക് പ്ലേസ് ഹ്യൂമർ. അതുപോലെ തന്നെ വേറൊരു കൺസെപ്റ്റാണ് വർക്ക് പ്ലേസ് റൊമാൻസ്. ഇത് രണ്ടും നമ്മൾ വിചാരിക്കും അധികം റിസർച്ച് ആയിട്ടില്ലാത്ത കൺസ്ട്രക്റ്റ് ആണല്ലോ, ഞാൻ അതിനെ പറ്റി എഴുതുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി ചാൻസസ് ദാറ്റ് മൈ ആർട്ടിക്കിൾ വിൽ ഗെറ്റ് പബ്ലിഷ്ഡ്. പക്ഷെ നമ്മൾ സെമാറ്റിക് സ്കോളർ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോർ ദാൻ 200 like 2 lakh or 20 lakh publications were already there in workplace humor. So it's no more, it is a new construct. But we will have the perception that we can use new theory to it, and we will, the probability of getting it published and the finest of fine journals is very less. Like for example, journal humor
it's a scopus human ABDC indexed journal, but getting the article which is related to workplace humor, pure workplace humor, the risk probability is very less. Then you have to go through the different dimensions of workplace humor, which is less studied. Along different types of humor, which is less studied or less investigated. So now further fine tune cheythu nammളുടെ construct identify cheyyanam. Engi maatrana adu publish cheyanulla chances undayikkollu. So identifying a construct which is very relevant or which is not researched that much, that is also very, very important. പല ഡിഫറെൻറ്റ് AI ടൂൾസ് യൂസ് ചെയ്തു നമ്മളൊരു ഐഡിയ കണ്ടുപിടിച്ചു, ലൈക്ക് വിച്ച് ഇസ് ലെസ് റിസർച്ച്. പക്ഷേ അതിലേക്ക് ഫർദറായിട്ട് നമുക്ക് പോകണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ആൻറ്റിസിഡൻസ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് അല്ലെങ്കിൽ അതിനെ ലിങ്ക് ചെയ്യുന്ന ആസ്പെക്ട്സിനെ പറ്റിയിട്ട് നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏരിയ ഏതും ആയിക്കൊള്ളട്ടെ, നമ്മളുടെ ഡൊമൈൻ ഏതും ആയാലും ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ റിസർച്ച് കോറി ആ ക്വസ്റ്റ്യൻ നമ്മൾ മൈൻഡിന് വന്നിട്ട് ഒരു അബ്സ്ട്രാക്ട് ഐഡിയ യു ക്യാൻ ഷെയർ ഇറ്റ് ആൻഡ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഫോർ ദ റിസർച്ച് ഗേറ്റ്. അപ്പോൾ റിസർച്ച് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. സോ ഓൾ ദ റിസർച്ചേഴ്സ് ഹാവ് ടു ഹാവ് എ ലോഗിൻ ആൻഡ് എൻ ID ഇൻ റിസർച്ച് ഗേറ്റ്. അപ്പോൾ റിസർച്ച് ഗേറ്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടൊരു ഐഡിയ ആണ് നമ്മുടെ മൈൻഡിലുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലൈക്ക് അത് നമ്മൾ അവിടെ ആ കൊറി നമ്മളവിടെ പോസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ ഏരിയയിലുള്ള എക്സ്പെർട്ടൈസ് ലൈക്ക് ആ പെർട്ടിക്കുലർ ഏരിയയിൽ റിസർച്ച് ചെയ്ത്, ഇപ്പോൾ ഹ്യൂമർ ആണെങ്കിൽ റയാൻ ആൻഡ് ഡേസി അവരുടെ ഒരു മെയിൽ ID യോ അല്ലെങ്കിൽ അവരുടെ ആർട്ടിക്കിൾസ് ഇതിലുണ്ട് അവരിതിലുണ്ടെന്നെങ്കിൽ അവരെ ഫോളോ ചെയ്തതിന് ശേഷം അവർക്ക് ആ കൊറി പോസ്റ്റ് ചെയ്യുക. മനസ്സിലായോ? ദ ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് പേഴ്സൺ in your area, you just post that query. First you get to be a following request കൊടുത്തിട്ട് അവർ പേഴ്സണലി ആ query പോസ്റ്റ് ചെയ്യുക. യൂഷ്വലി റിസർച്ച് റിലേറ്റഡ് ആണെങ്കിൽ റിസർച്ച് ഗേറ്റ് ത്രൂ ചെയ്യുന്നതാണ്. കാരണം ആ query റിസർച്ച് റിലേറ്റഡ് ആണെന്ന് പറയാൻ പറ്റും. ആൻഡ് ഡെഫിനറ്റ്ലി പീപ്പിൾ യൂസ് ടു റിവർക്ക് ബാക്ക് ചെയ്യാം. സോ അങ്ങനെയാവുമ്പോൾ നമ്മുടെ ഐഡിയാസിന് കുറച്ചുകൂടെ അവർ ക്ലിയർ മീൻസ് ഇത്രയും ഏരിയാസ് ഓൾറെഡി റിസർച്ചിലാണ് അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഈ പെർട്ടിക്കുലർ പേഴ്സൺ ഹാസ് ഓൾറെഡി ഡൺ മാർട്ടിനെ പറ്റിയിട്ട് മാർട്ടിൻ എറ്റാർഡ് ഹാസ് ഡൺ എക്സ്റ്റെൻസീവ് റിസർച്ച് ഓൺ ദിസ് അങ്ങനെ പറഞ്ഞിട്ട് തരും. അതല്ലാന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ചില ആർട്ടിക്കിൾസ് ലൈക്ക് ഇപ്പോൾ അവർ ഇഫ് ദേ ആർ ഇൻ എ വെരി എസ്റ്റീംഡ് യൂണിവേഴ്സിറ്റീസ് അവരുടെ യൂണിവേഴ്സിറ്റീസിൽ തന്നെ സർട്ടൻ റിസർച്ച് സിമ്പോസിയംസ് ഉണ്ടായിരുന്നു. ആ സിമ്പോസിയംസിൻ്റെ കോൺവെർസേഷൻസ് ബിറ്റ്വീൻ ദ റിസർച്ചർ ആൻഡ് ദി ഗ്രേറ്റ് സ്കോളർ, ആ കോൺവെർസേഷൻ്റെ സ്നിപ്പെറ്റ്സ് നമുക്ക് അയച്ചു തരും. ആ സ്നിപ്പെറ്റ്സ് ഇസ് മോർ ദൻ സഫിഷ്യൻറ്റ് ഫോർ അസ് ടു ക്ലാരിഫൈ അവർ അബ്സ്ട്രാക്ട് ഐഡിയ ഇൻ ടു എ റിസർച്ച് ടോപ്പിക്. മനസ്സിലായി? ഇത് സ്റ്റാർട്ടിലാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും നമുക്ക് ഈ ഏരിയയിൽ നമ്മൾ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആർട്ടിക്കിൾ എഴുതുകയാണെങ്കിൽ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ ഗുഡ് ജേർണൽസ് ഇസ് വെരി ഹൈ. അതുപോലെ ലിങ്ക്ഡിനെല്ലാം വെരി ക്രൂഡ് ബേസ്ഡ് ഉള്ള സമയത്ത് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡാറ്റ കളക്ഷൻ ആവശ്യമാണ്. ആൻഡ് നമ്മളുടെ ഡാറ്റ കളക്ട് ചെയ്യേണ്ട ആ ഗ്രൂപ്പ് നിഷ് ഗ്രൂപ്പാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ലിങ്ക്ഡിൻ ചിലപ്പോൾ നമുക്ക് ഹെൽപ്ഫുൾ ആവാറുണ്ട്. പക്ഷേ അത് ഒരു ഫുൾ പ്രൂഫ് ഹെൽപ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷെ എന്നാലും എക്സ്പെഷ്യലി ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസിന് വേണ്ടിയിട്ടായിരിക്കും. നമുക്ക് ക്വാളിറ്റേറ്റീവ് ഒപ്പീനിയൻ നമുക്ക് ഗ്രേറ്റ് ലീഡേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ഒരു ഒപ്പീനിയൻ കളക്ട് ചെയ്യണം. പക്ഷെ അവരെ നമുക്ക് കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനുകൾ അവർക്ക് കൊടുക്കാനോ നമുക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സർട്ടൻ സിറ്റുവേഷൻസിൽ നമുക്ക് ലിങ്ക്ഡിൻ അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലേക്ക് ഒരു മെസ്സേജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദർ പ്രോബബിലിറ്റി ദാറ്റ് ഫ്യൂ വിൽ റെസ്പോണ്ട്. അതൊരു ക്വാളിറ്റേറ്റീവ് സ്റ്റഡിക്ക് മാത്രമായിട്ടാണ്. പക്ഷെ ആ ക്വാളിറ്റേറ്റീവ് ഒരു നമുക്ക് 15 പേരുടെ അല്ലെങ്കിൽ 13 പേരുടെ റിപ്ലൈ മാത്രം കിട്ടുകയാണെങ്കിലും ആ ഒരു ലെവലിൽ CXO ലെവലിലുള്ള ഒരു എംപ്ലോയീസിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്റ്റിനെ പറ്റിയിട്ടുള്ളതാണെങ്കിൽ നമുക്ക്
that is more than sufficient to start our research work. കാരണം different depth ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. പിന്നെയുള്ളത് പറയുകയാണെങ്കിൽ ഗൂഗിൾ സ്കോളർ ആസ് വി ഓൾ യൂസിങ് ഇറ്റ്. അതുപോലെ തന്നെ റിസർച്ച് റാബിറ്റ് is an AI tool. അപ്പോൾ അതിൽ നമ്മൾ എല്ലാ റിസർച്ചിലും റിസർച്ച് റാബിറ്റിലും ഒരു മെയിൽ ഐ ഡി ഒരു ലോഗിൻ അത്യാവശ്യമാണ്. കാരണം that will help us to identify all the connected research articles related with that particular area. നമ്മുടെ പബ്ലിക്കേഷൻസ് തന്നെ ബേസ് ആയിട്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഫറൻസ് പ്രൊസീഡിങ്സ്. അപ്പോൾ കോൺഫറൻസ് പ്രൊസീഡിങ്സിൽ വരുന്ന പബ്ലിക്കേഷൻസിന് വാലിഡിറ്റി വളരെ കുറവായിരിക്കും. പക്ഷേ ഇൻഡാം പോലെയുള്ള കോൺഫറൻസസിലാണ് നമ്മുടെ പബ്ലിക്കേഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് മാനേജ്മെന്റ് സ്കോളേഴ്സിന് വേണ്ടി ഇൻഡാമിൽ ആണെന്നുണ്ടെങ്കിൽ ഇൻഡാമിൻ്റെ കോൺഫറൻസ് പ്രൊസീഡിങ്സ് വരുന്നത് എപ്പോഴും സ്കോപ്പസ് ഇൻഡെക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സ്കോപ്പസ് ഇൻഡെക്സിന് ആ ആസ്പെക്റ്റിന് വെയിറ്റേജ് ഉണ്ട്. അല്ലാതെ കോൺഫറൻസ് പ്രൊസീഡിങ്സ് ആണെങ്കിൽ വെയിറ്റേജ് ഡയറക്റ്റ് തന്നെ ഏറ്റവും ലോവർ ലെവലിലുള്ളതാണ് അത്. പിന്നെ വർക്കിംഗ് പേപ്പർ വൈറ്റ് പേപ്പർ ഇസ് ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അഫിലിയേഷൻ. അല്ലാതെ ഉണ്ട് നമ്മൾ ഇപ്പോൾ ഒരു പ്രൈവറ്റ് സ്പേസിൽ നിന്നിട്ട് നമ്മൾ ഒരു വർക്കിംഗ് പേപ്പറിലോ വൈറ്റ് പേപ്പറിലോ പബ്ലിഷ് നമ്മുടെ വർക്കിംഗ് പേപ്പർ ആണെന്ന് പറഞ്ഞാൽ അതിന് വാലിഡിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ sometimes the government authorities trust the responsibility with reputed affiliated institutions. അവിടെയുള്ള വർക്കിംഗ് പേപ്പർ ആണെങ്കിൽ it is really valid. The book chapters again is purely depending on the publisher. If it is booklet, it's good not for getting indexed articles, but as like if you are writing a book chapter along with one reputed domain expertise, domain expert, അതിന് എന്തായാലും വാലിഡിറ്റി ഉണ്ടായിരിക്കും. അതിലുള്ള ഒരു ബുക്ക് ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഏരിയയിൽ എക്സെപ്ഷൻ്റെ ഒരു ഗ്രേറ്റ് പ്രൊഫസർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്കിൽ നമ്മളുടെ ഒരു ബുക്ക് ചാപ്റ്റർ വരികയാണെങ്കിൽ ആസ് എ ഡൊമെയിൻ എക്സ്പെർട്ടൈസ് നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ബെനിഫിഷ്യൽ ഫോർ us. അല്ലാതെ ഇൻഡെക്സിങ്ങിലോ അല്ലെങ്കിൽ നമ്മുടെ ജേർണൽ പബ്ലിക്കേഷൻ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ടോ അല്ല. അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്സ്ട്രാക്ട് ജേർണൽസ്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള ജേർണൽസിൽ മാത്രം പബ്ലിഷ് ചെയ്യാനായിട്ട് നോക്കും. The research articles itself means നമ്മൾ എഴുതുന്ന നമ്മുടെ റിസർച്ചിൻ്റെ ഓരോ അത് നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതായത് റിസർച്ച് ആർട്ടിക്കിൾ ആകാം where we have collected the primary data and we use different type of methodologies to analyze the data and we are writing it. Our research article അല്ലെങ്കിൽ റിസർച്ച് original research എന്ന് പറയുമ്പോൾ നമ്മൾ primary data we are collecting it. And another important thing എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൈക്ക് നമ്മൾ പണ്ട് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് അതായത് ഒരു മീഡിയേറ്റഡ് മോഡറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ the article getting published, the probability was very high in the management domain. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ല ജേർണൽസ് എല്ലാവരും തന്നെ മിക്സ്ഡ് മെത്തേഡ് അപ്രോച്ച് ഉണ്ടെങ്കിലാണ് നമ്മളുടെ റിസർച്ചിന് ട്രിഗർ ഉണ്ടെന്ന് അവർ എക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സ്ഡ് മെത്തേഡ് അപ്രോച്ച് ആണെന്നുണ്ടെങ്കിലാണ് പ്രോബബിലിറ്റി ഈസ് ലിറ്റിൽ ഹയർ than a very difficult quantitative analysis portion ഉണ്ടെന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട്. റീസൺ എന്ന് പറഞ്ഞാൽ ഡാറ്റ ട്വീക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഓൾസോ വെരി ഹൈ. അതിൻ്റെ ബേസിലായിരിക്കാം എനിക്ക് തോന്നുന്നു. അങ്ങനെ മിക്സ്ഡ് മെത്തേഡ് ആണെങ്കിൽ ടെക്നോളജി ആണെങ്കിൽ ദർ ഇസ് പ്രോബബിലിറ്റീസ് വെരി ഹൈ. അതായത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ്. ഷോർട്ട് റിപ്പോർട്ട്സ്, ഷോർട്ട് കമ്മ്യൂണിക്കേഷൻസ്. ഇതെന്ന് പറഞ്ഞാൽ ഈ വളരെ നല്ല ജേർണൽസ് യൂഷ്വലി വൺസ് ഇൻ എ ഇയർ ഓർ മീൻസ് 2 വർഷത്തിൽ ഒരിക്കലാണ് certain different കൺസെപ്റ്റ്സിനെ പറ്റിയിട്ട് അവരൊരു സിമ്പോസിയം കോൾ പോലെ ചെയ്യും. അതായത് ഷോർട്ട്
റിപ്പോർട്ട്സ്. ഇപ്പോൾ ഒരെണ്ണമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലീഡർഷിപ്പിനെ പറ്റിയിട്ട് പ്രാക്ടീഷണേഴ്സ് പറയുന്നതാണോ അതോ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവായിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് ചെയ്യുന്ന എന്നിട്ട് നമ്മൾ റിസർച്ചിൻ്റെ ലീഡർഷിപ്പ് റിലേറ്റഡ് തിയറിയിലേക്ക് ആഡ് ചെയ്യുന്നതിനാണോ ഏറ്റവും കൂടുതൽ വാലിഡിറ്റി ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ലെറ്റേഴ്സിന്, അതായത് ഷോർട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ലെസ് ദാൻ 3000 വേർഡ്സിൽ അവർ they are not expecting us to do extensive statistical research and everything. അതല്ല അവർ പ്രതീക്ഷിക്കുന്നത്. ഒരു 3000 വേർഡ്സിൽ പ്രിസൈസ് ആയിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർ വിച്ച് വേ ആസ് എ റിസർച്ചർ വി ആർ ഫൈൻഡിങ് ഔട്ട്. അപ്പം നമ്മളുടെ ആ ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസറാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ which will add some sort of value or we are providing some sort of new theory to the existing literature ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളത് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ they will publish it. അത് certain ABDCയുടെ തന്നെ A*B category journals ഇങ്ങനെ വിളിക്കാറുണ്ട്. കോൾ ഫോർ പേപ്പേഴ്സിൻ്റെ പോലെ തന്നെയാണ് ഈ ഷോർട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും വിളിക്കാറുണ്ട്. അപ്പോൾ അതിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് കിട്ടുമ്പോഴാണ്, അതല്ലാതെ നമുക്ക് അറിയാനായിട്ടുള്ള പ്രോബബിലിറ്റി വിൽ ബി വെരി ലെസ്. അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി വി ഹാവ് ടു വിസിറ്റ് ദ ജേർണൽ. അത് ലീഡർഷിപ്പ് സ്റ്റഡീസ്. Review article, case studies, and discussion and book review. Book review ഒരിക്കലും എപ്പോഴും ജേർണലിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ സെഷൻസ് അവർ പറയും. This like after publishing 2025 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ പെർട്ടിക്കുലർ ഏരിയയിലുള്ള ബുക്കിൻ്റെ റിവ്യൂ ആയിരിക്കും. അത് യൂഷ്വലി നമുക്ക് ഓപ്പൺ പബ്ലിക്കിനായിട്ട് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് വെരി ലെസ്. റെപ്യൂട്ടഡ് ജേർണൽസിൽ ബുക്ക് റിവ്യൂ സെഷനിൽ നമ്മളുടെ ആർട്ടിക്കിൾ നമ്മൾ എഴുതിയ ബുക്ക് റിവ്യൂ പബ്ലിഷ് ആവാനായിട്ടുള്ളത്. അത് യൂഷ്വലി ദേ യൂസ് ടു ഗീവ് ദാറ്റ് ടു ദ ഡൊമെയിൻ എക്സ്പേർട്സിനായിരിക്കും. എന്നാണ് എനിക്കറിയുന്നത്. അല്ലാതുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട്
as far as my knowledge is concerned, I believe book review usually they prefer to give to the experts. അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ നല്ല ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മുടെ വളരെ അടുത്തുള്ള ഒരു ഓർഗനൈസേഷനിൽ ഒരു വളരെ സിവിയർ ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ട്. ആൻഡ് വി നോ ദാറ്റ് ഇഫ് വി ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ, ആ ഒരു ഇഷ്യൂ നമുക്ക് ഒരു ഗ്ലോബൽ ലെവലിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണ്. അതിന് നമ്മുടെ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് കഴിഞ്ഞിട്ടും വാലിഡിറ്റി ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ ആ അബ്സ്ട്രാക്ട് ഐഡിയ നമ്മളൊരു കേസായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ the probability of getting that case published is very high. അതിൽ അവിടെ മീൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ കമ്പലിംഗ് സ്റ്റോറി ഒരു ഡയറി ഉണ്ടായിരിക്കണം. ആൻഡ് ദാറ്റ് വിൽ ബി റിലേറ്റഡ് ടു ആൻ ഓർഗനൈസേഷൻ ഓർ വേറെവർ ഇറ്റ് ഈസ്. ഇപ്പോൾ ഒരു സോഷ്യൽ കോസ് ആയാലും ആ കോസ് ബിയോണ്ട് ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആസ്പെക്റ്റ് ആണെങ്കിൽ നമുക്കത് നല്ലൊരു കേസായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, കോവിഡ് വന്ന സമയത്ത് ഏറ്റവും അധികം ഹിറ്റായിട്ടുള്ള ഇൻഡസ്ട്രി ആയിരുന്നു ഹോസ്പിറ്റാലിറ്റി സെക്ടർ. ഈ ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ അങ്ങനെ ഹിറ്റായ സമയത്ത് ഹോം സ്റ്റേസിന് വളരെയധികം ഇമ്പോർട്ടൻസ് വന്നു. അപ്പോൾ 2019 ഹോം സ്റ്റേസ് മേക്ക് മൈ ട്രിപ്പ് അല്ലെങ്കിൽ അഗോഡ അങ്ങനത്തെ ഡിഫറെൻറ്റ് സൈറ്റ്സിലൊന്നും തന്നെ ലിസ്റ്റഡ് ആയിരുന്നില്ല. ആ സമയത്ത് തന്നെ ആക്ച്വലി ഒരു ചലവ് ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ടായിരുന്നു. അവർ അത് ഈ ഇക്കോ ഫ്രണ്ട്ലി ഹോംസിന് ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതായത് ഇക്കോ ടൂറിസം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹോം സ്റ്റേസിനും ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ഹോം സ്റ്റേസിനെ കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. റൈറ്റ് നൗ അതിപ്പോൾ മെർച്ചായിട്ട് ആവാനായിട്ട് പോവുകയാണ്. പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു സോഷ്യൽ എൻ്റർപ്രീനിയർ ആണ് അവരുടെ അവരുടെ ആ ഒരു എയിം കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു rigor of working in that particular area. She has developed true homestay villages in Cochin and in northeastern states, different northeastern states, and adu shirikku varane women empowerment ne help cheyidittunde and making the different families in remote villages in Arunachal Pradesh, Meghalaya അങ്ങനെ പലയിടത്തും റിമോട്ട് വില്ലേജസിനെ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആക്കുകയും ചെയ്യും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കേസ്, ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ബിക്കോസ് ബിയോണ്ട് ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് അതിനൊരു റെലവൻസ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതൊരു കേസായിട്ട് എഴുതാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ വിച്ച് ഇസ് വെരി റെലവൻറ്റ്, ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് എൻ ഇൻഡസ്ട്രി, it believed to be empowering women and changing the economic status of different families and households. അങ്ങനെയുള്ള ത്രെഡ്സ് കിട്ടുകയാണെങ്കിൽ നമ്മളത് എഴുതുകയാണെങ്കിൽ കേസ് സ്റ്റഡീസ് ഗെറ്റിംഗ് ഇറ്റ് പബ്ലിഷ്ഡ് ഇസ് വെരി ഹൈ. അത് നമുക്ക് ലൈക്ക് റിസർച്ചിൻ്റെ അല്ലെങ്കിൽ മീൻസ് ഡാറ്റ അനാലിസിസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിൻ്റെ ആവശ്യം വരുന്നില്ല. ദ കമ്പലീറ്റ് കേസ്, the thread is or the abstract idea which we are having is more than sufficient to get it published. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു നല്ല കേസ് ഉണ്ട്. ലൈക്ക് ഇവിടെ തന്നെ ഒരു ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഫോമുള്ള ഒരു ബാങ്ക്. Its share price is dipped into 5 rupees, and then now the share price has increased because after a top executive CEO has changed in that particular institution, and what he has done is he has changed the entire dynamic of working of that particular financial institution. He changed the verticals, he made it centralized, and then the share price has shoot up to 31 rupees, and then the CEO quits, and now it is again, it's a beautiful case story which we can narrate and we can develop different threads. അതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി ഉണ്ടായിരുന്നു ധനലക്ഷ്മി ബാങ്കിനെ പറ്റിയിട്ട്. ധനലക്ഷ്മി ബാങ്കിൻ്റെ ഒരു CEO change, I don't know how many of you remember that. He even caused huge changes in the working pattern of the bank. He even hired people, lateral entry hire ചെയ്തു. From that time, like Axis and ICICI Bank എന്നുള്ള ആൾക്കാരെ CTC സ്കീമിൽ കൊണ്ടുവന്നു.
And it was really a flop story. Even the Dhanashri Bank was not declared bankruptcy only because they had a Guruvayur Devaswam account. So that is another story which is not relevant now, but at that point of time, an organizational change and development and financial management or strategic management, that was a beautiful case which we can write. And this particular case is still happening, the other one. So different listed companies in and around us, or even the story of the case of like that Pembele, it's still relevant because the issues are not resolved, still resolved, the issues are still continuing. So different aspects is there which is very local to us, or otherwise why Plant Lipid or Sindai was moving from Kerala to different states, or the case related to Python, or different aspects are there which we can write, or otherwise like Bandhan Bank story, Bandhan Bank entrepreneur, he mentioned that like he has taken the slogan from Subhash Chandra Bose. Subhash Chandra Bose was that you give me blood, I will give you freedom. And he has changed that slogan that you give me your Sundays, I will give you profit. So it is very relevant aspect and employee rights and employee aspects importance trade unions are deteriorating. So EU aspects geographical boundaries and close it is very relevant in today's world. So even the certain threats which is local but it has validity across, if we start writing on it with case studies, we can get it published. And a case no a separate journalist and the article. The article journal submit that's flow submit first editor or the associate editor reviews our article, and if he finds that our article is not fit for the aim and scope of that journal, he gives a later rejection or reject the article. But if he finds that our article is fitting to the scope and aim of the journal, it will send to the peer review. Usually some articles sends for 2 reviewers and some others sends for 4 reviewers. And after the peer reviewer makes certain recommendations. And that recommendation, editor reads that recommendations. Some of the reviewers may provide for a major revision, some others will provide for a minor revision, some others will reject our article. So based on that, if it is extensive revisions is required, again the editor sends it back to us, abstract aspect. First after the title, we have to write the purpose of our study. For what purpose? What is the main aim of our research? That should be written in the purpose of our study. Then the methodology, that is whether we are using a quantitative methodology or a mixed method, whatever be the methodology that we are using, and our population and the sample size. This much will be clearly written in the methodology section. Then the findings, that is what is our major findings from our study. Then the implications. In Emerald, they will be asking for the research implications, so social implications and practical implications. So you can write all the 3 different type of contributions from your study. Then the originality value. This is mainly the research aspect. That is what your study is adding to the existing literature. The existing literature add on existing knowledge
what we are adding aspects എന്നുള്ളതാണ് ഒറിജിനാലിറ്റി വാല്യൂ മെയിൻ ആയിട്ട് വരുന്നത്. ഇത്രയാണ് എമറാൾഡിന്റെ. But at the same time, Sage ആണെന്നുണ്ടെങ്കിൽ they want a small paragraph which will be very concise, and after reading that നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ഈ എല്ലാ ആസ്പെക്ട്സും നമ്മൾ ഒറ്റ പാരഗ്രാഫിൽ 200 വേർഡ്സിൽ എഴുതായിരിക്കും സേജിനുമായിട്ട്. എൽസെവിയറിനാണെങ്കിലും പലപ്പോഴും അബ്സ്ട്രാക്റ്റിന്റെ വേർഡ് ലിമിറ്റ് ഇസ് വെരി ലെസ് ഓൾസോ ടു വെരി ഗുഡ് ജേർണലിസ്റ്റ്. മേ ബി സം റിക്വയർ ഇറ്റ് വെരി കൺസൈസ് വേയിൽ നമ്മൾ വളരെ ക്രിസ്പായിട്ട് 100-150 വേർഡ്സിൽ നമ്മുടെ അബ്സ്ട്രാക്ട് ചെയ്യും. സോ ഡിഫറെൻറ്റ് ഡാറ്റാബേസസ് ആൻഡ് ഡിഫറെൻറ്റ് ജേർണൽസ് have the different requirements how we are writing our abstract. പക്ഷേ ഈ അബ്സ്ട്രാക്റ്റിലാണ് പല അസോസിയേറ്റ് എഡിറ്റേഴ്സും ആദ്യം അബ്സ്ട്രാക്ട് മാത്രം വായിച്ചു നോക്കിയിട്ടാണ് they will identify that whether നമ്മുടെ ആർട്ടിക്കിൾ ആ ജേർണലിന്റെ സ്കോപ്പ് ആൻഡ് എയിമിന് ഫിറ്റ് ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഏറ്റവും സൂക്ഷിച്ച് ഏറ്റവും അധികം കെയർ കൊടുത്ത് എഴുതേണ്ട ഒരു ആസ്പെക്റ്റും കൂടിയാണ് ദ അബ്സ്ട്രാക്ട്. And make sure that we never use AI for that. That is another important aspect. Etra humanizing aspect undanunnengilum always make sure that you are writing abstract with your own words. Either different AI tools are which will review of literature relate like different എനിക്കറിയാം നിങ്ങളെല്ലാം സ്കോളേഴ്സ് ആയിട്ട്, so you will be mastering this. So this particular session we will go for a discussion week. So ഇത് നമുക്ക് after coffee break we will discuss about it. Whether this session was beneficial for you? Thank you. And if I have to stop or if you want further and ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും നോളജിലേക്ക് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഡു ദാറ്റ്. കാരണം നമ്മളെല്ലാം ഈ റിസർച്ചിൻ്റെ ജേർണിയിൽ പല പല പേരെത്തിയിട്ടുള്ള ആൾക്കാരാണ്, നടന്നുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ ആരും തന്നെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല. സോ ഡെഫിനറ്റ്ലി യുവർ കോൺട്രിബ്യൂഷൻസ് വിൽ ബി മച്ച് വാല്യൂ ഫോർ ഓൾ ഓഫ് us. So we will meet after the coffee break. Google login ചെയ്താൽ മതിയായിരിക്കും. നിങ്ങൾക്ക് സെമാന്റിക് സ്കോളറിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും.
കൺസ്ട്രക്ട് എന്ന് പറഞ്ഞാൽ വർക്ക് പ്ലേസ് ഹ്യൂമർ എന്നാണ് ഞാൻ കൊടുത്തത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ ഏത് ഏരിയയിലാണ് റിസർച്ച് ചെയ്യാനായിട്ട് താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ ആ കൺസ്ട്രക്റ്റിൻ്റെ പേര് അവിടെ കൊടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏതൊക്കെ ആസ്പെക്ട്സ് വെച്ചിട്ട് നമുക്കത് ഫിൽട്ടർ ചെയ്യണം. ഇപ്പം നോക്കുകയാണെങ്കിൽ 4,88,000 articles were published about workplace humor. It indicates that this is a very well researched area. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു അഡീഷൻ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ us. അല്ലെങ്കിൽ നമ്മളുടെ ഇതിലുള്ള കേസ് അത്രയും കമ്പലിംഗ് ആയിട്ടുള്ള, അത്രയും യുണീക്ക് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിരുന്നു. പക്ഷേ I decided that I genuinely want to work on this. So what I will do, I will further fine tune my prompt. It's reduced to 45,700. Earlier it was more than 4 lakh or 8 lakh something, but now it is further reduced to this number. And again I am going to fine tune it. പറ്റും, കോമ ഇട്ടിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാനിത് എനിക്ക് കറക്റ്റായിട്ട് കൺസ്ട്രക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുകയാണ്. No papers found. So if I will further, എനിക്ക് മനസ്സിലായി പോസിറ്റീവ് വർക്ക് പ്ലേസ് ഹ്യൂമർ ആൻഡ് വെൽബീയിങ്. പക്ഷെ നമ്മൾ വീണ്ടും ട്യൂൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റ് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ആ പോസിറ്റീവ് വർക്ക് പ്ലേസ് ഹ്യൂമറിനെ affiliative positive workplace humor എന്നും കൂടെ കൊടുക്കുകയാണെങ്കിൽ we will find that there will be very less number of articles. അങ്ങനെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിസൈസ്, അതായത് നമുക്ക് പറയാൻ പറ്റും, ഐ ഹാവ് ഒത്തൻറ്റിസിറ്റിയോട് കൂടി നമുക്ക് പറയാൻ പറ്റും നമ്മളുടേത് ഒരു യുണീക്ക് ആയിട്ടുള്ള കൺസ്ട്രക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. കാരണം വർക്ക് പ്ലേസ് ഹ്യൂമർ, സ്റ്റൈൽസ് ഓഫ് വർക്ക് പ്ലേസ് ഹ്യൂമറിനെ പറ്റിയിട്ടാണ് അധികം സ്റ്റഡീസ് ഉള്ളത്. ഈ പോസിറ്റീവ് വർക്ക് പ്ലേസ് ഹ്യൂമറിന് പകരം അഫിലിയേറ്റീവ് ഓർ അഡാപ്റ്റീവ് വർക്ക് പ്ലേസ് ഹ്യൂമറിനെ പറ്റിയിട്ടാണ് സ്റ്റഡീസ് വന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പം നമ്മൾ എത്രത്തോളം ഫൈൻ ട്യൂൺ ചെയ്യുന്നു അപ്പോൾ അത്രയും നമ്മൾക്ക് മനസ്സിലാവും നമ്മളുടെ ഏരിയ ഇസ് വെരി യുണീക്ക്. ദ മോർ യുണീക്ക് ഇസ് യുവർ കൺസ്ട്രക്ട്സ് അണ്ടർ സ്റ്റഡി, more probability is that your article will get published. പക്ഷേ ഈ സെമാൻറ്റിക് സ്കോളർ മെയിൻ ആയിട്ട് നമുക്ക് റിവ്യൂ ലിറ്ററേച്ചറിനാണ് യൂസ് ചെയ്യാൻ പറ്റുക. ഇപ്പം നമുക്ക് പല ഫീൽഡ് വെച്ചിട്ടും നമുക്ക് നമ്മളുടെ റിവ്യൂ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ജേർണൽ ആൻഡ് conferences. ഈ journal preference വെച്ചിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ we can give that whether we want to check only the reputed journals or not. അപ്പോൾ ആ journal preference വെച്ചിട്ട് എനിക്ക് citations maximum 100+ citations ഉള്ള articles മാത്രം എനിക്ക് മതി എൻ്റെ റിവ്യൂ ലിറ്ററേച്ചറിൽ. I don't want to cite any ഏതെങ്കിലും ഒരു റിസർച്ച് ആർട്ടിക്കിൾ അല്ല എൻ്റെ റിസർച്ച് പേപ്പറിൽ സൈറ്റ് ചെയ്യുന്നത്. എനിക്ക് ആഗ്രഹമുള്ളത് മോർ ദാൻ 100 സൈറ്റേഷൻസ് ഉള്ളത് മാത്രമാണെങ്കിൽ അങ്ങനെ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. അതുകൂടാതെ എനിക്ക് ഫുള്ളായിട്ട് ഒരു ഡാറ്റാബേസ് മാത്രം വെച്ചിട്ട് ആ ഡാറ്റാബേസിലുള്ള മാത്രം റിസർച്ച് ആർട്ടിക്കിൾസ് ആണ് വേണ്ടത്. നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഫിൽറ്റർ ചെയ്തതിന് ശേഷം നമ്മളുടെ ആർട്ടിക്കിളിലേക്ക് നമുക്ക് എന്താണ് റിവ്യൂ ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ സെക്ഷനിലും ഹൈപ്പോത്തസിസ് ഡെവലപ്മെൻറ്റിലും
ഏതൊക്കെ സ്റ്റഡീസ് ആണ് മാത്രം നമുക്ക് കോട്ട് ചെയ്താൽ മതി എന്നുള്ളത് നമുക്ക് ഇത് വെച്ചിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റും. So what is the end result is that we will be citing only the reputed studies. So that again adds value to your research. And നമ്മൾ study cite ചെയ്യുമ്പോൾ definitely we will go through that particular study and we will identify that what are the research contributions that that particular study is doing for the existing literature. So we will automatically think, if we are thinking in a similar line, we know that this is not the right way. I have to think. I have to think differently. Like I can't use, for example, workplace humor means family incivility. അങ്ങനെ ഒരുപാട് സ്റ്റഡീസിന് വർക്ക്പ്ലേസ് റിലേറ്റഡ് സ്റ്റഡീസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യുന്ന 2 തിയറീസ് ഉണ്ട്, 3 തിയറി ഉണ്ട്. COR തിയറി, തിയറി ഓഫ് പ്ലാൻ ബിഹേവിയർ, സോഷ്യൽ എക്സ്ചേഞ്ച് തിയറി. പക്ഷെ ഈ 3 തിയറിയും മാറ്റിയിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ എല്ലാവരുടെയും ഫർദർ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് നമ്മൾ തിയറീസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഡിഫറെൻറ്റ് വേ ഓഫ് തിങ്കിങ്. അപ്പോൾ ആ ഡിഫറെൻറ്റ് വേ ഓഫ് തിങ്കിങ്ങിലായിരിക്കുമ്പോൾ നമ്മൾ ആ തിയറി വെച്ചിട്ട് നമ്മുടെ കൺസ്ട്രക്ട്സിനെ ലിങ്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ആർഗ്യുമെൻറ്റ്സും യുണീക്ക് ആയിരിക്കും. ആ ആർഗ്യുമെൻറ്റ്സ് നമ്മൾ കോട്ട് ചെയ്യുന്നതോ വെരി റെപ്യൂട്ടഡ് റെഫറീഡ്, അതായത് മോർ ദൻ 100 സൈറ്റേഷൻസ് ഉള്ള ജേർണൽസിൽ ഉള്ളതാണ്. അപ്പോൾ അത് ആ ഒരു ഫിൽറ്ററിങ്ങിനാണ് നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ ആർട്ടിക്കിളാണ് റിവ്യൂ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് സെമാറ്റിക് സ്കോളറിൻ്റെ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള യൂസ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമ്മൾ സാധാരണ പണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഗൂഗിൾ സ്കോളർ വെച്ചിട്ട് നമുക്ക് വരുന്നത് പലതും നമുക്ക് റിക്വയർമെൻറ്റ് ഉള്ളതായിരിക്കില്ല, നമുക്ക് കംപ്ലീറ്റ് PDF കിട്ടില്ല. ഇതാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫ്രീ വേർഷനാണ്. സോ ഇഫ് വി ഹാവ് എ ലോഗിൻ ID, എനി ഏരിയ ലൈക്ക് ഇത് മാനേജ്മെൻറ്റ് റിസർച്ച് മാത്രമല്ല, ഇപ്പോൾ ടെക്നോളജി ആയാലും കെമിസ്ട്രി ആയാലും ഏതിലായാലും നമുക്കിവിടെ ഇപ്പോൾ മാം പറഞ്ഞ പോലെ എനർജി റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ റിസർച്ച് you will get that, you will come to know that whether other water purifier required ആയിട്ടുള്ള ടെക്നോളജി ഇപ്പോൾ റെലവൻറ്റ് ആണോ, അതിനെപ്പറ്റി സ്റ്റഡീസ് ഉണ്ടോ എന്ന് ഈ AI ടൂൾ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരും. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് റിവ്യൂ പാർട്ടിൽ നമുക്ക് ഹൈപ്പോതസിസ് ഡെവലപ്മെൻറ്റിന് വൺ ഓഫ് ദ മോസ്റ്റ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു AI ടൂളാണ്. ഇതിൻ്റെ ഫർദർ Lishin, yes, can I interrupt? Yeah. In semantic scholar, can you just repeat what you said about the filter? Any filter that you want to use. If you want only the PDF articles you want to see, to cite, our PDF filter ഉണ്ട്. PDF filter, okay, yes. നമുക്ക് ജേർണൽ വെച്ചിട്ട്, അതായത് യു വാണ്ട് ഓൺലി ഇപ്പോൾ ലീഡർഷിപ്പിൻ്റെ ആണെങ്കിൽ ലീഡർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ആ 2-3 ജേർണൽസ്, അത് ജേർണൽ മാത്രമേ മതി എന്നുണ്ടെങ്കിൽ ആ ജേർണൽ ഫിൽറ്റർ യൂസ് ചെയ്യാൻ പറ്റും. ഓതർ ഫിൽറ്റർ യൂസ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈക്കോളജിക്കൽ കോൺട്രാക്ട് എന്നൊരു കൺസ്ട്രക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ ദാറ്റ് ഈസ് വെരി റെലവൻറ്റ് ഇൻ വർക്ക് പ്ലേസ് ഡെനിസ് റൂസോ ആണ്. അപ്പോൾ നമുക്ക് ഡെനിസ് റൂസോന്റെ ലേറ്റസ്റ്റ് ആർട്ടിക്കിൾസ് നമുക്കറിയാം. അവരെങ്ങനെയാണ് അവർ ആ ക്രോണോളജിക്കൽ ഓർഡറിൽ ഈ കൺസ്ട്രക്റ്റിൻ്റെ ഇവല്യൂഷൻ നടത്തിയെന്ന് നമുക്കറിയണം. അപ്പോൾ വി ജസ്റ്റ് റൈറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഓതേഴ്സ് നെയിം ദർ. മനസ്സിലായോ? സോ നമുക്ക് ആ പെർട്ടിക്കുലർ ഓതറിൻ്റെ, അതായത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ റിസർച്ച് ജേർണിയിൽ നമുക്കറിയാം നമ്മുടെ കൺസ്ട്രക്റ്റിൻ്റെ സെമിനൽ ആയിട്ടുള്ള വർക്ക് ഹൂ ഹാസ് ഡൺ ദാറ്റ്. അപ്പോൾ ആ പെർട്ടിക്കുലർ ഓതർ ആയിരിക്കും ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്ക് നമ്മുടെ കൺസേൺ ഏരിയയിൽ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ മാത്രം നമുക്ക് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓതറിൻ്റെ നെയിം വെച്ചിട്ട് നമുക്കത് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ നമുക്ക് ശരിക്കും അത് ഹൈപ്പോതസിസ് ഡെവലപ്മെൻറ്റിനായിട്ടല്ല, അങ്ങനെ ഒരു ഓതറിൻ്റെ നെയിം വെച്ചിട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അതെന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഹൗ ദാറ്റ് പെർട്ടിക്കുലർ കൺസ്ട്രക്ട്. ഇപ്പോൾ വർക്ക് പ്ലേസ് ഹ്യൂമർ ആണെങ്കിൽ റയാൻ ആൻഡ് ഡെയ്സി ഇൻട്രൊഡ്യൂസ്ഡ് ഇറ്റ് and how അല്ലെങ്കിൽ Martin has introduced different type. So how
construct. അത് നമുക്ക് പല പല ആർട്ടിക്കിൾ അദ്ദേഹത്തിന്റെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വാട്ട് ഇസ് ദ ജേർണി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കൺസ്ട്രക്ട് വിച്ച് വി ആർ ഗോയിങ് ടു സ്റ്റഡി. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിരിക്കും ഇനി ഫർദർ ആയിട്ട് നമ്മൾ അതിൽ എങ്ങനെയാണ് ആഡ് ഓൺ ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇറ്റ്സ് പ്രിറ്റി ഈസി ഫോർ അസ്. അതാണ് അവിടെ അല്ലാതെ ആ ജേർണലിന്റെ അല്ലെങ്കിൽ ആ സെമിനൽ ഓർഡറിന്റെ എല്ലാ വർക്കും നമുക്ക് ഹൈപ്പോത്തസിസ് ഡെവലപ്മെന്റിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളുടെ ആ കൺസ്ട്രക്റ്റിന്റെ ജേർണി മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ എപ്പോഴും ഇത് യൂസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിംപ്ലി നമ്മൾ എടുക്കുകയാണ് സൈക്കോളജിക്കൽ കോൺട്രാക്ട് കൺസ്ട്രക്ട് എടുക്കുകയാണെങ്കിൽ ആദ്യം അതിന് ലെവിൻസൺ ഡിഫൈൻ ചെയ്തപ്പോൾ അതൊരു യൂണി ഡയമെൻഷണൽ കൺസ്ട്രക്ട് ആയിരുന്നു. അതായത് അത് സൈക്കോളജിക്കൽ കോൺട്രാക്ട് ഒരു ആസ്പെക്ട് മാത്രമായിരുന്നു. എംപ്ലോയീസ് വർക്ക് പ്ലേസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഓർഗനൈസേഷനുമായിട്ട് എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിന് പകരം ഫോം ചെയ്യുന്ന ഒരു കൺസ്ട്രക്ട്. നമ്മൾ സൈക്കോളജിക്കലി നമ്മൾ ആ ഓർഗനൈസേഷനെ പറ്റിയിട്ട് എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ വിചാരിക്കുകയാണ് ഐ വിൽ കോൺട്രിബ്യൂട്ട് മൈ ടൈം, എഫേർട്ട്, എവറിത്തിങ് ഫോർ ദ ഓർഗനൈസേഷൻ. ഇൻ റിട്ടേൺ ഓർഗനൈസേഷൻ വിൽ റിവാർഡ് മീ. മനസ്സിലായ അത് അപ്പോൾ ഒരു യൂണി ഡയമെൻഷനിലായിട്ടായിരുന്നു ആദ്യം ഈ ലെവിൻസൺ ഈ കൺസ്ട്രക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ അതിനുശേഷം 1990 ഇക്കണോമിക് ഡെവലപ്മെന്റ്സ് എല്ലാം നടന്നപ്പോൾ ഡെനിസ് റൂസോ ഫർദർ ആയിട്ട് ഈ കൺസ്ട്രക്റ്റിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്തു. അപ്പോൾ അവർ മനസ്സിലാക്കി ദിസ് ഇസ് നോട്ട് എ യൂണി ഡയമെൻഷണൽ ആസ്പെക്ട്, ഇത് ഒരു ബൈ ഡയമെൻഷനിലാണ്. അതായത് എംപ്ലോയർക്കും എംപ്ലോയിനെ പറ്റിയിട്ടുണ്ട്, എംപ്ലോയിക്ക് എംപ്ലോയറിനെ പറ്റിയിട്ടുണ്ട്. നമ്മളൊരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർഗനൈസേഷനിലുള്ള എക്സ്പെക്ടേഷൻസ് പോലെ തന്നെ ഓർഗനൈസേഷൻ നമ്മുടെ അടുത്തുനിന്ന് എക്സ്പെക്ടേഷൻസ് ഉണ്ടെന്ന് മനസ്സിലായി. സോ ഇറ്റ് ബിക്കം എ ഡിഫറെൻറ്റ് മൾട്ടി ഡയമെൻഷണൽ ആസ്പെക്ട്. ഈ മൾട്ടി ഡയമെൻഷണൽ ആസ്പെക്റ്റിൽ തന്നെ എന്തൊക്കെ ഐറ്റംസ് വരുന്നുള്ളത് ഫർദർ ആയിട്ട് റൂസോന്റെ 1992 സ്റ്റഡിയിലാണ് ഇൻവോൾവ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ സോ ഓരോ കൺസ്ട്രക്റ്റും നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇവല്യൂഷൻ എങ്ങനെയാണ് നടന്നതെന്ന് നമുക്ക് ആ സെമിനൽ വർക്ക് ചെയ്ത ആളുടെ ആദ്യത്തെ സ്റ്റഡിയും അവസാനം അതായത് 2025 അവർ പബ്ലിഷ് ചെയ്ത ആ സ്റ്റഡിയും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ കൺസ്ട്രക്റ്റിൻ്റെ ജേർണി കറക്റ്റായിട്ട് മനസ്സിലാവും. ആ കൺസ്ട്രക്റ്റിൻ്റെ ജേർണി നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും ഹൗ വി ആർ ഗോയിങ് ടു അപ്രോച്ച് വിത്ത് ദ തിയറി ആൻഡ് ദ ഹൈപ്പോത്തസിസ് ഡെവലപ്മെന്റ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും വേഗമായിട്ടുള്ളതായിരിക്കും. അതായത് ഈ കൺസ്ട്രക്റ്റിനെ എന്തൊക്കെയായിട്ട് ലിങ്ക് ചെയ്യണം, ഈ ഒരു പെർട്ടിക്കുലർ നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൺസ്ട്രക്റ്റിന് അതിൻ്റെ ആൻറ്റിസിഡൻസും കോൺസിക്വൻസസും അല്ലെങ്കിൽ അതിൻ്റെ ലിങ്കേജ് മെക്കാനിസംസും ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കൺസ്ട്രക്ട്സിൻ്റെയും ഈ ഇവല്യൂഷൻ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് സെമിനൽ വർക്കോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആ കൺസ്ട്രക്റ്റിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്ത ആളുടെയും സ്റ്റഡീസ് ആണെന്നുണ്ടെങ്കിൽ ആ ക്രോണോളജിക്കൽ ഇവല്യൂഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കൺസ്ട്രക്ട് ഇറ്റ് വിൽ ബി വെരി ക്ലിയർ ഫോർ us. അപ്പോൾ അതാണ് ഓതറിനെ വെച്ചിട്ടുള്ളത്. പിന്നെ സൈറ്റേഷൻസ്. അപ്പോൾ നമ്മൾ സെമിനൽ വർക്ക് ചെയ്ത ഓതറിനായിരിക്കില്ല മാക്സിമം സൈറ്റേഷൻ കിട്ടാനുള്ള ചാൻസസ്. ചിലപ്പോൾ വേറെ ആ ഒരു കൺസ്ട്രക്റ്റിനെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ മറ്റു പല കൺസ്ട്രക്ട്സ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരാളുടെ സ്റ്റഡിക്ക് ആയിരിക്കാം ഏറ്റവും കൂടുതൽ സൈറ്റേഷൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കാം. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി റെലവൻറ്റ്. അപ്പോൾ ആ സൈറ്റേഷൻസ് വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കത് ഹൈപ്പോത്തസിസ് ഡെവലപ്മെന്റിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ആർഗ്യുമെന്റ്സ് റേസ് ചെയ്യുമ്പോൾ. കാരണം എപ്പോഴും ഒരു വർക്കിന് ഏറ്റവും കൂടുതൽ സൈറ്റേഷൻസ് വരുന്നത് എപ്പോഴാണെങ്കിൽ അയാൾ ഇൻട്രഡക്ടറി സ്റ്റേജിൽ ആ ഒരു കൺസ്ട്രക്റ്റിനെ ഡിഫറെൻറ്റ് കൺസ്ട്രക്ട്സ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് ഒരു റിസർച്ച് എഴുതുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു യുണീക്ക് തിയററ്റിക്കൽ ആസ്പെക്ട് തിയററ്റിക്കൽ ആംഗിൾ കൊണ്ടുവരുമ്പോഴായിരിക്കും ആ ഒരു റിസർച്ച് പേപ്പറിന് ഏറ്റവും കൂടുതൽ സൈറ്റേഷൻസ് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഏറ്റവും കൂടുതൽ സൈറ്റേഷൻ കിട്ടിയ ഒരു ആർട്ടിക്കിൾസിൻ്റെ ബേസിൽ നമ്മൾ സെമാന്റിക് സ്കോളർ യൂസ് ചെയ്ത് നമ്മൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ we can build strong arguments as a base for our hypothesis development. അപ്പോൾ അതിനാണ് ശരിക്കും പറഞ്ഞാൽ സെമാന്റിക് സ്കോളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ഫിൽറ്റേഴ്സ് നമ്മൾ മനസ്സിലായിരുന്നു. ജേർണൽ ബേസിൽ, സൈറ്റേഷൻ ബേസിൽ, PDF ബേസിൽ, റെലവൻസി ബേസിൽ, ഇങ്ങനെ പല ഡിഫറെൻറ്റ് ആസ്പെക്റ്റിൽ നമുക്ക് അത് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും.
maps എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മറ്റേ സെമാറ്റിക് സ്കോളറിലും ഈ ഒരു ഫർദർ ഇത് ചെയ്യാൻ പറ്റും, എനിക്കറിയില്ല, സെർച്ച് ചെയ്യാറുണ്ടോ? ഓക്കെ, സെമാറ്റിക് സ്കോളറിലും ഞാനിപ്പോൾ ജേർണൽ ആർട്ടിക്കിൾസ് മാത്രമേ ചെയ്തത്, കാരണം അതിനേക്കാളും ബെസ്റ്റ് വേയിൽ ഈ ലിറ്റ് മാപ്പിംഗ് ആസ്പെക്ട്സ് ലിറ്റ് മാപ്സിൽ നമുക്ക് കിട്ടും. ലിറ്റ് മാപ്പിലൊക്കെ നമ്മളുടെ ഇത് കൊടുക്കുകയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാപ്പ് ഫോം ചെയ്ത് കിട്ടും. ആ മാപ്പിൽ ആ സ്റ്റഡി ആ പെർട്ടിക്കുലർ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മാപ്പ് ആയിരിക്കും കിട്ടുക. ആ മാപ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസ്ട്രക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആ ഒരു പേപ്പറിലുള്ള എല്ലാ സ്റ്റഡീസും ആ ഒറ്റ മാപ്പിൽ കിട്ടും. അപ്പൊ അവിടെ നമ്മൾ എന്താണ് ഫർദർ ഫിൽറ്റർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ റിവ്യൂ ആർട്ടിക്കിൾസ് എടുക്കുക. റിവ്യൂ ആർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ ഒരു റിവ്യൂ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഒരു കൺസ്ട്രക്റ്റിന്റെ ടിൽ ഡേറ്റ്, അതായത് 2025 വരെയുള്ള എല്ലാ സ്റ്റഡീസും ആ റിവ്യൂ നല്ലൊരു ജേർണലിൽ വന്ന റിവ്യൂ ആണെങ്കിൽ A കാറ്റഗറി ജേർണലിൽ വന്ന റിവ്യൂലാണ് നമ്മൾ ആ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. റിവ്യൂ ആർട്ടിക്കിൾ ആണ് A കാറ്റഗറി ജേർണലിൽ പബ്ലിഷ് ചെയ്തതാണെങ്കിൽ we will get all the papers which that particular article cited. അപ്പോൾ അതൊരു വളരെ ക്വിക്കായിട്ട്, അതായത് നമ്മൾ ഒരു പേപ്പർ ഫുള്ള് വായിക്കുന്നതിൻ്റെ ഒരു 100ൽ 1 ടൈം എഫേർട്ട് വേണ്ട. we will identify that ഇത് എന്തൊക്കെയാണെന്നുള്ളത്. അത് നമുക്ക് പല വിധത്തിലും അതിനെ ഫിൽറ്റർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. It's not only about the article, it's based on the theory also. ഇപ്പോൾ നമ്മൾ ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൽ വെറുതെ ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞാൽ കാർമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെയാണ് ഒരു സെമിനൽ വർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കിനെ പറ്റിയിട്ട് ആ വർക്ക് വന്നിട്ടുള്ള ഒരു പേപ്പർ കോട്ട് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ വീണ്ടും ലിറ്റ് മാപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോർക്മാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓതറിൻ്റെ വർക്ക് കിട്ടും. ദാറ്റ് ഈസ് എക്സ്റ്റെൻസീവ് റിവ്യൂ അബൌട്ട് ഇൻക്ലൂസീവ് ലീഡർഷിപ്പ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഡെവലപ്പ് ചെയ്യേണ്ടത്, എനിക്ക് വർക്ക് ചെയ്യേണ്ട ഏരിയ ഇൻക്ലൂസീവ് ലീഡർഷിപ്പാണ്, പക്ഷെ ഐ റിയലി ഡോണ്ട് നോ വിച്ച് ഓൾ കൺസെപ്റ്റ്സ് ഐ ക്യാൻ റിലേറ്റ് വിത്ത് ഇറ്റ്. അപ്പോൾ ഈ കോർക്മാസിൻ്റെ സ്റ്റഡി എടുത്തിട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ അദ്ദേഹം അതിന് ഡിഫറെൻറ്റ് വേയിലാണ് ആ റിവ്യൂ ഓഫ് ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. അതായത് വിച്ച് ഓൾ ആർ ദ തിയറീസ് ദാറ്റ് ഹാസ് ഓൾറെഡി യൂസ്ഡ് to link this construct with different antecedents and consequences, and different with all of the psychological linkage, that is the mediating variables that is used for this construct to link with the consequences. Pinna adupole which all the moderators used, which all of the context this inclusive leadership already studied.
അപ്പോൾ that is an extensive review ആണ് which is very recently published. അപ്പോൾ ആ ഒരു ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞാൽ I was very clear about which are the other areas I need to work on. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റഡി വളരെ യുണീക്ക് ആയിരിക്കും. അത് ആരും സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതിന് പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും ഗെറ്റ് ഇറ്റ് പബ്ലിഷ്ഡ്. സോ ഇത് നമ്മൾ എക്സ്റ്റെൻസീവ് ആയിട്ട് ഗൂഗിൾ സ്കോളറിൽ പോയിട്ട് ഒരുപാട് ഡിഫറെൻറ്റ് ആർട്ടിക്കിൾസ് വായിച്ച് നമുക്ക് ഫൈനലി ഫർദർ ഫൈൻ ട്യൂൺ ചെയ്യുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് ഒറ്റ ഒരു 3 or 4 hours നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും how to move ahead with my topic selection and construct selection. അത് അറിയണം. Reading. That happens only through. If we constantly, അതായത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും റിസർച്ച് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മളുടെ ഏരിയയിലുള്ള who is the latest person who is contributing എന്നുള്ളത് നമുക്ക് അറിയാം. നമ്മളിവിടെ ടെക്സ്റ്റ് ബുക്സ് വായിക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് എഡിഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും whose contribution is most like ഏതാണ് റിവാർഡിങ് ആൻഡ് വാല്യൂ ആഡിങ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരു ഐഡിയയും കൂടി ഉണ്ടായിരിക്കണം അതിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂ. അത് എപ്പോഴും ഇപ്പോൾ HR ആൻഡ് OB ഏരിയയിലാണെങ്കിൽ ജേർണൽ ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ, ജേർണൽ ഓഫ് വൊക്കേഷണൽ ബിഹേവിയർ, പേഴ്സണൽ റിവ്യൂ, ഈ ജേർണൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് കൺസ്ട്രക്ട്സ് ചെയ്തൊക്കെയാണ്. അതുപോലെ തന്നെ എനിക്ക് ബാക്കി ഏരിയാസ് അറിയില്ല. സാറിന് അറിയാൻ പറ്റും മാർക്കറ്റിംഗിൽ ഏതാണ്. My areas mostly include user experience and gamification in online systems. So what I am looking at is more niche topics which are more exploratory in nature. So for example, Easter eggs and things like that. So I think my experience has taught me that we need to look at it from a chronological order. I don't want to mock Amit Shah, but you need to understand the chronology. Okay. If you start from the beginning, including all the seminal works, so suppose you are looking at self-determination theory, you need to go back to the late 60s or the early 70s to look at Ryan and Desi's work. Start from there. You might be very attracted to more latest 2022, 2023 papers, but you need to see how a particular topic or a construct, like you said, has evolved over the last 2 or 3 decades. And then, at a certain point, you include literature reviews in your workflow. So your workflow should be read seminal work from the beginning or from its origins, go into, say, the literature reviews midway through reading your seminal work, and then what I typically do is have a Word document where I have a chronological order of the definitions of the construct over the years. Second is a set where I have the context in which this particular construct was studied over the years chronologically. Third is when I have chronologically again how this particular construct relates to other constructs. So these 3 things I make sure I have it chronologically in a table. Chronologically I mean in terms of the authors or the papers that have come in over the years. So these 3 areas, the definition of the concept itself chronologically. Second is the construct, and third is the relationship with other constructs, how they have evolved over the years. So these 3 things is what helped me to a certain extent. I'm sure all of us have our own workflows, but that is what helps me. Deepak will tell us how in the financial field it works. So that will be. I'm also supporting what the Sebastian sir told. Yeah. We have to work from the literature as the sir told. Actually, I'm in the initial stage and I'm working. This started only, so nothing more to contribute. I'm really sorry. Actually, What I usually do is I start from the very first yeah, seminar. maybe the one who have brought the
actually the concept. And then from that, I'll go through the paper and then we'll read about the future recommendations and limitations. From there, I go to the next, maybe the more cited one. And likewise, maybe in a chronological order. And then I move to the relationship, wherein they have talked about the moderation, mediation, and I try to see whether it can be connected with my different ways. In any other moderator can be not as a mediator or something like that. We are latest into the research, so maybe we are far ahead with the use of AI tools and systematic tools. So which way you use, you adopted in your writing? Systematic literature review. So, guide first year objective paper publish and ethical consumption. So, first one journal. I think 1997 papers inclusion exclusion criteria A star and A, A star and A. So, almost 2024 latest constructed theories already saturated variables already study pieces paper. SLR paper, Justin Boulder, SLR paper, ethical consumption, already started like a paper, pinning of chain, so, I have published topic dimensions under ethical consumption. So, our dimensions study totally SLR in-depth that's my first paper, Q1. Congratulations. Engineering technical basic paper selecting most relevant research area paper selecting. Reference paper search maximum review paper basic paper select paper progress follow we can also follow something known as the meta-analysis papers. Yes. Yeah, there is something known as the meta-analysis paper which will give you a broad idea about what all works have been done in that particular area and what is the actual condition of that concept. Yes. Related topics reading, and then I started reading on leadership style. So I want ma'am Livida ma'am is my guide, and she told me to take a compelling topic and also not search topic like that select. So I have read on leadership style. So I took a topic which is toxic leadership, and then I took on the focus and the work science. The paper, the number of papers are less, so I, after confirming with the guide, so I decided to continue my study on toxic leadership. And then after that, my guide told me to do a bibliometric analysis.
it will give a broad idea about the topic. So first I did a bibliometric analysis of that topic, and then I had moved on to the SLR, Systematic Literature Review. So we will, when doing the bibliometric review, we will come to know about the authors, main authors working in that area, and also we will get some of the broad idea on that movie. And then I told me to do a TCCM framework, because TCCM is the one which helps us to do furthering our studies on the topic. While we are doing themes, based on the cluster, I got bibliometric review. I did the theme. I have collected the themes, and then I did a SLR paper based on the TCCM framework. There are many frameworks other. I did TCCM framework so that I come to know about the basic theories that is used in the leadership literature, and then most of the methodology used in my structure, in my topic, and then I come to know about the part studies. Mostly it is of survey studies, quantitative study. So based on these TCCM framework, I constructed my study. It should be a study that is done by none. So my study is mixed methodology study, in which incorporating integrating two theories. That is the contribution that is given to the literature I am planning to do. And my current status, I am now in the second stage of first qualitative studies I had done. For a researcher coming to a field, it is better to do a qualitative studies. Then only we will understand many of the aspects. Yes, the qualitative studies are the best one to for a new researcher. I always suggest that. Then furthering on to the quantitative studies. So, നമ്മൾക്ക് എങ്ങനെയാണ് റിവ്യൂ ലിറ്ററേച്ചർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. മീൻസ് കുറച്ച് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടല്ലോ, ഹൗ വി ഹാവ് ടു ഇവോൾവ് അവർ സ്റ്റഡി ടു ദ നെക്സ്റ്റ് ലെവൽ എന്നുള്ളത്. അപ്പോൾ ഈ പെർപ്ലെക്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ പല ക്വസ്റ്റ്യൻസും ക്വറീസും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ ആർട്ടിക്കിൾസ് ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുണ്ടെന്നുള്ള ലിസ്റ്റ് കിട്ടുന്നതായിരുന്നു. പക്ഷേ അതിനൊരു ഡ്രോബാക്ക് എന്താണെന്നുണ്ടെങ്കിൽ വളരെ വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജേർണൽസ് എന്നുള്ള ആർട്ടിക്കിൾസ് പലപ്പോഴും പെർപ്ലെക്സിറ്റി എയുടെ ക്വറി നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. വരുന്നത് നമുക്ക് മീൻസ് അത്ര റെപ്യൂട്ടഡ് അല്ലാത്ത എന്നാൽ ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസിൻ്റെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒത്തൻറ്റിസിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഐ റിയലി ഡൗട്ട് കമ്പയർഡ് ടു അതർ AI ടൂൾസ്. ലിറ്റ് മാപ്പ് ആയാലും സെമാൻറ്റിക് സ്കോളർ ആയാലും നമുക്ക് കുറച്ചും കൂടെ റിസർച്ച് റാബിറ്റ് ആയാലും നമുക്ക് കുറച്ചും കൂടെ ഈ എലിസിറ്റിലാണെങ്കിലും അതെ നമുക്ക് കുറച്ചും കൂടെ നല്ല ആർട്ടിക്കിൾസ് കിട്ടും. കണക്റ്റഡ് പേപ്പേഴ്സിലായാലും നമുക്ക് കിട്ടും. പെർപ്ലെക്സിറ്റി ഏരിയയിൽ നമുക്ക് അധികം വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജേർണൽസിൻ്റെ ആർട്ടിക്കിൾസ് എല്ലാം ഫസ്റ്റ് ആയിട്ട് വരുന്നത്. അവിടെ നമുക്കത് ഫീഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാനോ ഉള്ള ഓപ്ഷനും ഇല്ല. അപ്പോൾ ഇത് ചിലപ്പോൾ ഡൊമൈൻ അനുസരിച്ച് മാറാം. ഞാൻ പറയുന്നത് HR ആൻഡ് OB ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലാണ് ഞാൻ പറയുന്നത്. പെർപ്ലെക്സിറ്റി ഏരിയ അത്ര യൂസ്ഫുൾ ആണെന്ന് ഫീൽ ചെയ്തിട്ടില്ല. ബ്ലോഗ് വരും, ബ്ലോഗ്സ് വരും, ന്യൂസ് പേപ്പർ കട്ടിങ്സ് വരും, വിച്ച് ഇസ് റെലവെന്റ് ടു അവർ ഏരിയ. പക്ഷെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡിഫറെൻറ്റ് അനാലിസിസ് തന്നെയുണ്ട്. ന്യൂസ് പേപ്പർ കട്ടിങ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ റിസർച്ച് പേപ്പേഴ്സ് എഴുതാൻ പറ്റുന്നതാണ്. പക്ഷെ അതെല്ലാം നമ്മളുടെ ഓരോ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പബ്ലിക്കേഷൻ നമുക്ക് ലൈക്ക് ബെറ്റർ ജേർണൽസിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് AI ടൂൾസ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെനിഫിഷ്യൽ ആവുന്നത്. ഇപ്പോൾ റിസർച്ച് റാബിറ്റിൽ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ പേപ്പേഴ്സും അതിൽ വരും. അതിൽ ഏറ്റവും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് സെമാൻറ്റിക് സ്കോളറാണ്, വിച്ച് ഇസ് വെരി ബെനിഫിഷ്യൽ ഫോർ മീ. അറ്റ്ലീസ്റ്റ് HR and OB ഏരിയയിൽ ഐ ഫീൽ ലൈക്ക് ദാറ്റ് ഇസ് വെരി ഗുഡ് ഗെറ്റിംഗ് മീ ദ റൈറ്റ് ജേർണൽസ് ആൻഡ് ഹെൽപ്പിംഗ് മീ ഇൻ ഫിൽട്ടറിംഗ് ദ ആസ്പെക്ട്സ്. അതായത് ഏത് കറക്റ്റ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പോലെയുള്ള
നമ്മുടെ ആർഗ്യുമെന്റ്സ് ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പേപ്പേഴ്സ് കിട്ടുന്നത് HR ലോബി ഡൊമൈനിൽ നോക്കുകയാണെങ്കിൽ സെമാൻറ്റിക് സ്കോളറാണ് നല്ല ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡൗട്ടാണ് ആക്ച്വലി AI ടൂൾസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതൊന്നും നമ്മൾ റിസർച്ച് ടോപ്പിക് അല്ലാതെ ഒരു പുതിയ ടോപ്പിക് എടുക്കണമെങ്കിൽ AI കുറച്ചുകൂടി ഉപയോഗിക്കാൻ തോന്നുന്നു. അല്ലാത്ത കേസിൽ നമ്മൾ PhD സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ്ലി നമ്മുടെ സ്കോപ്പസിലുള്ള സയൻസിലുള്ള കീവേഡ് വെച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്യും. അതായിരിക്കും കുറേ കൂടി ബെറ്റർ ആകുന്നത്. കാരണം ഇപ്പോൾ മാം പറഞ്ഞ പോലെ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് മിസ് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന AI ടൂൾസിലാണെങ്കിൽ PhD സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് എൻ്റെ തോട്ടാണ് എനിക്ക് റിലേറ്റ് ചെയ്യാനുള്ളത്. അവർക്ക് നമ്മളിപ്പോൾ വെബ് സയൻസിലും സ്കോപ്പസിലുള്ളതാണ് കീവേഡ് വെച്ച് സെലക്ട് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂലേക്ക് പോകുമ്പോൾ കുറേ കൂടി നല്ലത്. കാരണം ഓക്കെ ഈ AI ടൂൾസ് കുറേ കൂടി നമുക്ക് പറ്റുന്നത് നമ്മളിപ്പോൾ പുതിയ ടോപ്പിക് നമ്മുടെ ഔട്ട്സൈഡ് സ്കോപ്പ് നമ്മൾ പേപ്പർ എഴുതാൻ ശ്രമിക്കുന്നത് നമ്മളൊരു കൺസെപ്റ്റ് കിട്ടി. അപ്പോൾ അതിൽ സ്റ്റഡീസ് നടന്നിട്ടുണ്ടോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഓഫ്കോഴ്സ് ഇത് ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷേ ഒരു PhD ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല ഇതിൽ ഒരുപാട് വരാൻ ചാൻസ്. ഞാനിത് പറഞ്ഞതെല്ലാം തന്നെ റിസർച്ച് പേപ്പർ പബ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇത് PhD ആവുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ സെമിനർ വർക്ക് എടുക്കണം. ആ സെമിനർ വർക്കിന്റെ റിലേറ്റഡ് ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ക്രോണോളജിക്കൽ ഓർഡറിൽ ഇവല്യൂഷൻ ഓഫ് ദ കൺസ്ട്രക്ട്. ഇപ്പം ഞാൻ പറഞ്ഞു സൈക്കോളജിക്കൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ വേർഡ് ആദ്യം യൂസ് ചെയ്തത് ഓർഗനൈസേഷൻ മാൻ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് ആർഗ്രിസ് ആണ് 1961 യൂസ് ചെയ്തത്. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റഡി ആ കൺസ്ട്രക്റ്റിൽ വന്നത് 1972 ലെവിൻസൺ ആയിരുന്നു. ആഫ്റ്റർ ദാറ്റ് അതിനെ പറ്റിയിട്ട് അധികം സ്റ്റഡി നടന്നിട്ടില്ല. പിന്നെ 1998 ഹെറിയറ്റ് ആണ് പിന്നത്തെ സ്റ്റഡി വന്നത്. അത് കഴിഞ്ഞ് 1991 റൂസോ സ്റ്റഡി ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് 1993 റൂസോ തന്നെ അതിനെ മൾട്ടി ഡയമെൻഷണൽ കൺസ്ട്രക്ട് ആക്കി. അതിനുശേഷം പിന്നെ കണ്ടിന്യൂസ്ലി സ്റ്റഡീസ് ഹാവ് ഇവോൾവ്ഡ് ഇൻ ഇറ്റ്. സോ വിച്ചെവർ ഒരു റിസർച്ച് സ്കോളർ ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൺസ്ട്രക്റ്റിനെ ആദ്യമായിട്ട് ഈവൻ ഈ സൈക്കോളജിക്കൽ കോൺട്രാക്ട് എന്നുള്ള കൺസ്ട്രക്ട് ഒരു ഫുട് നോട്ടായിട്ടാണ് ആ ഓർഗനൈസേഷൻ മാൻ എന്ന് പറഞ്ഞ ബുക്കിൽ എഴുതിയിട്ടുള്ളത്. അല്ലാതെ ഒരു റിസർച്ച് ആർട്ടിക്കിളോ റിസർച്ച് കൺസ്ട്രക്റ്റോ ആയിട്ടല്ല അത് വന്നത്. ആ ഫുട് നോട്ടിൽ നിന്ന് തുടങ്ങി നമ്മൾ ആ കൺസ്ട്രക്റ്റിന്റെ എവല്യൂഷന്റെ പുറകെ പോകണം. നമ്മൾ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ PhD ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവിടെ നമുക്ക് ഈ AI ടൂൾസിനേക്കാളും കൂടുതലായിട്ട് AI ടൂൾസ് നമുക്ക് ജസ്റ്റ് ടോപ്പിക് ഐഡന്റിഫിക്കേഷൻ ചിലപ്പോൾ കുറച്ച് ബെനിഫിഷ്യൽ ആയിരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ PhD ജേർണിയിൽ വി ഹാവ് ടു thoroughly go through the development and evolution of the construct. അപ്പോൾ അതിൻ്റെ കൂടെ മാം പറഞ്ഞ പോലെ മെറ്റാ അനാലിസിസും കൂടെ നമ്മൾ ഒരു ജേർണി നമ്മുടെ കൺസ്ട്രക്റ്റിൻ്റെ ജേർണി കുറച്ച് ആയെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നെ മെറ്റാ അനാലിസിസ് പേപ്പേഴ്സ് എടുത്തും കൂടെ നോക്കണം. എങ്കിലാണ് നമുക്ക് ഏതാണ് നമ്മുടെ ഈ കൺസ്ട്രക്റ്റിനെ ലിങ്ക് ചെയ്തിട്ടുള്ള വേറെ കൺസ്ട്രക്ട്സ് എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ആ സ്റ്റേജും കൂടെ കടന്നതിന് ശേഷം മാത്രമേ ഒരു PhD സ്കോളറിന് ഏത് തിയറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുള്ളൂ. അതിന് മുമ്പേ തന്നെ നമുക്ക് ഈവൻ നമ്മുടെ സെമിനാർ വർക്ക് കഴിഞ്ഞ് നമ്മുടെ കൺസ്ട്രക്റ്റ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഒരിക്കലും തിയറി ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. തിയററ്റിക്കൽ മോഡലിലേക്ക് എത്തുന്നതിന് മുമ്പ് എക്സ്റ്റെൻസീവായിട്ട് നമ്മൾ വായിക്കുക വേണം. ലൈക്ക് ഷോർട്ട് കട്ട്സ് വോണ്ട് ഹെൽപ്പ് in developing the models for our PhD thesis. For that purpose, extensive review, and we should be thorough with how the construct which we are going to study is evolving. അതിന് ഈ AI ടൂൾസ് ഹെൽപ്ഫുൾ ആണ്. ഈ AI ടൂൾസ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് എപ്പോഴാണെങ്കിൽ നമ്മളുടെ മോഡലിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, പക്ഷെ ആ മോഡൽ നമുക്ക് അപ്പം തന്നെ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് നമ്മളുടെ മോഡലോടെ വെച്ചിട്ട് നമ്മളുടെ കൺസ്ട്രക്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡിയിൽ തന്നെയുള്ള ഇപ്പോൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ കൺസ്ട്രക്ട്. പക്ഷെ എനിക്ക് ട്രസ്റ്റ് എൻ്റെ PhD-യിലുള്ളതാണ്. ആ ട്രസ്റ്റിനെ എനിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ ട്രസ്റ്റിന് പകരം എനിക്ക് സെൽഫ് റിഫ്ലക്ഷൻ എന്നുള്ള ഒരു കൺസ്ട്രക്ട് എടുക്കാം, വിച്ച് ഇസ് ലിറ്റിൽ ഡിഫറെൻറ്റ് ദാൻ ദ ട്രസ്റ്റ്. പക്ഷെ ട്രസ്റ്റിൻ്റെ തന്നെ ഒരു ആസ്പെക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാമെന്നുള്ള പോലെയായിട്ട്. അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് എൻ്റെ തീസിസിലുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഇമോഷണൽ റെഗുലേഷൻ എടുക്കാം. അങ്ങനെ വെച്ചിട്ട് നമ്മുടെ കൺസ്ട്രക്റ്റിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേറൊരു മോഡൽ വെച്ചിട്ടാണല്ലോ നമുക്ക് പബ്ലിഷ് ചെയ്യേണ്ടത്. SLR അല്ല ഉദ്ദേശിക്കുന്നത്. SLRലാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കംപ്ലീറ്റ് സിസ്റ്റം
ലിറ്ററേച്ചർ റിവ്യൂ ആണ് ചെയ്യുന്നത്. അതല്ലാതെ തന്നെ നമ്മൾ പേപ്പർ എഴുതാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സ്കോളേഴ്സ് ആണെങ്കിൽ എനിക്കറിയില്ല ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്, പക്ഷെ അതിന് അത് കറക്റ്റ് ആണെന്നല്ല പറയുന്നത്, പക്ഷെ ദിസ് ഇസ് വൺ ഓഫ് ദ വേ വിച്ച് യു ക്യാൻ ഡു ഇറ്റ്. അതുപോലെ തന്നെ അവർ പറഞ്ഞത് എന്താ പേര് ഇർഷാദ് പറഞ്ഞ പോലെയാണ് കറക്റ്റായിട്ട് മറ്റേ PhD-യിലാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. കാരണം PhD-യിലാണെങ്കിൽ we should be whatever constructs we are studying in our PhD, we should be really thorough with its evolution and its developments. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ കൺസ്ട്രക്റ്റിനെ തിയറി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. Like what is the unique contribution that we are providing to the existing knowledge കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇതെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ഒരു സിംഗിൾ ക്ലിക്കിൽ we will come to know that. അതാണ് മറ്റേ ഇപ്പോൾ നമ്മൾ PhD സ്കോളർ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്റ്റെൻസീവായിട്ട് ഇരുന്ന് ഓരോ പേപ്പറും വായിക്കണം, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ AI ടൂൾസ് എല്ലാവരും ഹെൽപ്ഫുൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ടൈം സ്കോളേഴ്സ് അല്ല, നമ്മൾ പലരും ജോലി ചെയ്യുന്നുണ്ട്, ജോലിയുടെ കൂടെ റിസർച്ച് കൂടെ കൊണ്ടുപോകേണ്ടി വരുമ്പോൾ നമുക്കറിയാം നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സെർട്ടൺ കൺസ്ട്രക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. ആ കൺസ്ട്രക്ട്സിനെ ഫർദർ ഡെവലപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് പേപ്പർ ആക്കാനായിട്ട്. ആ സമയത്ത് ക്ലിക്ക് ഓഫ് എ ബട്ടൺ ഇഫ് വി കം ടു നോ ദാറ്റ് ദീസ് ഓൾ ആർ ദ കൺസ്ട്രക്ട്സ് ഓൾറെഡി സ്റ്റഡീഡ്, these all are the papers really good, these having this much number of citations. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു ഈസി വേയിൽ കൺസ്ട്രക്ട്സ് കണക്ട് ചെയ്യാനും ഒരു തിയറിറ്റിക്കൽ ബേസ് ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് AI ടൂൾസ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് ഒരിക്കലും നമ്മളുടെ ഹാർഡ് കോർ റീഡിങ് ജേർണീനെ റീപ്ലേസ് ചെയ്യുന്നില്ല, അതിൽ നിന്ന് കിട്ടുന്ന നോളജിനെയും റീപ്ലേസ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഒരു ക്ലിക്ക് ഓഫ് എ ബട്ടൺ we will get a bird's eye view about our construct which we are going to study. അപ്പോൾ നമുക്ക് കുറച്ച് സമയമുള്ള സമയത്ത് this will be very helpful for us. Some of this paper pal and all, when you use that, you get the PDF, you exact PDF sort of thing, you get the abstract, you can ask them. Yes, അത് ഇപ്പോൾ ഈ സെമാന്റിക് സ്കോളറിലായാലും ഇതിലെല്ലാം നമുക്ക് ഡിഫറെൻറ്റ് നിങ്ങൾ നോക്കിയിട്ടെങ്കിൽ മനസ്സിലാവും നമുക്ക് ഡിഫറെൻറ്റ് ആസ്പെക്റ്റിൽ. ആദ്യം നമുക്ക് പറയാം സമ്മറി വിച്ച് ഓൾ ആർ ദ കൺസ്ട്രക്ട്സ് സ്റ്റഡീഡ് ഇൻ ദീസ് പേപ്പേഴ്സ്. അവിടെ പേപ്പർ ലിസ്റ്റ് വരും, അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഏതൊക്കെ കൺസ്ട്രക്ട്സ് പഠിച്ചിട്ടുണ്ടെന്ന് ഡിഫറെൻറ്റ് പേപ്പേഴ്സിൽ വരും, ഏത് കോണ്ടെക്സ്റ്റിലാണ് ഈ സ്റ്റഡി നടന്നതെന്ന് വരും, അത് ടൂൾസ് യൂസ്ഡ്, മെത്തഡോളജി ഏത് മെത്തഡോളജി use for PhD, because as you mentioned, most of us are doing teaching and MBA, that disability, so we can use that something. Sure, definitely. Because we don't get time to read all this PDF of PhD-ക്ക് പക്ഷേ നമുക്ക് പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് അറ്റ്ലീസ്റ്റ് അത്യാവശ്യം നല്ലൊരു വർഷത്തെ ആ കൺസ്ട്രക്റ്റിനെ പറ്റിയിട്ടുള്ള ഡെവലപ്മെന്റ്സ് നമ്മൾ തരുമായിരിക്കും. ഷോർട്ട് കട്ട്സ് നമുക്ക് കറക്റ്റ് ആവില്ല, അതിൽ എന്തെങ്കിലും ഒരു ലൂപ്പോൾ നമ്മുടെ മോഡലിൽ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഷോർട്ട് കട്ട്സ് മാത്രം യൂസ് ചെയ്ത് ടെക്സ്റ്റ്. use paper. This is the video version. So you get all this, so put that in the that you ask questions, you get the gaps, everything you can chat about that. I don't know how good it is, but അല്ല അത് തെറ്റല്ല. കാരണം നമുക്ക് ഈ ഇപ്പോൾ റിസർച്ച് പേപ്പേഴ്സ് എഴുതുകയാണെങ്കിലും പേപ്പർ പാൻ യൂസ് ചെയ്യുന്നുണ്ട്. സുഭാഷ് സാർ പേപ്പർ പാലാണ് യൂസ് ചെയ്യുന്നത്. I use research rapid and Research rapid. also. കൺസെൻസസ്. കൺസെൻസസിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറീസ് കൊടുക്കാൻ പറ്റും. കൺസെൻസസ് ഇസ് അനദർ AI ടൂൾ. അപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റും നമ്മളുടെ കൺസ്ട്രക്റ്റും നമുക്കിപ്പോൾ കോൺസിക്വൻസ് ആയിട്ട് വരുന്നെന്ന് പറയുന്ന കൺസ്ട്രക്റ്റും കൂടെയായിട്ടുള്ള കൺസെൻസസ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ അത് കാണിക്കും 80% കൺസെൻസസ് ഉണ്ട്. അതായത് പോസിറ്റീവ് വർക്ക് പ്ലേസ് ഹ്യൂമറും സൈക്കോളജിക്കൽ വെൽബീയിങ് തമ്മിൽ കൺസെൻസസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസെൻസസ് AI will show that 85-90% consensus is there. That means അത് ഓൾറെഡി എക്സ്റ്റെൻഡ്. ഞാൻ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എടുക്കുന്നത്. ഓൾറെഡി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. സോ തിയറി വെച്ചിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് സ്റ്റഡി ചെയ്യാൻ പറ്റും. പക്ഷെ ആരൊക്കെയോ സ്റ്റഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിന് അത്രത്തോളം പ്രോബബിലിറ്റി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടി വരും.
ലൈക്ക് ഞാൻ പറഞ്ഞു വെൽബീയിങ് ആണ്. ആ വെൽബീയിങ് ഞാൻ മാറ്റും സബ്ജക്റ്റീവ് ഹാപ്പിനെസ്. മനസ്സിലായോ? അപ്പോഴും അത് കൺസെൻസസ് കാണിക്കും, ബട്ട് അറ്റ് ദ സെയിം ടൈം റേറ്റ് വിൽ ബി ലെസ് ആയിരിക്കും. അപ്പൊ അതിൻ്റെ അർത്ഥം അത്ര അധികം വന്നിട്ടില്ല. തിയറി അത് എല്ലാം അനലൈസ് ചെയ്തിട്ടാണ് നമുക്ക് ആ പെർസെൻറ്റേജ് മാത്രമാണ് ആദ്യം കാണിക്കുക. അതിനുശേഷം ലിസ്റ്റ് ഓഫ് ദ പേപ്പേഴ്സ് ഇറ്റ് വിൽ ഷോ. സോ കൺസെൻസസ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കും. സർട്ടൻ ടൈംസ് വി വിൽ ടേക്ക് കൺസ്ട്രക്ട് വിച്ച് ഡസൻറ്റ് നെവർ മേക്ക് ആൻ ആന്റിസിപ്പേറ്റ് ഓഫ് കോൺസിക്വൻസസ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ കൺസ്ട്രക്ട്. മനസ്സിലായി? പക്ഷെ നമുക്ക് തോന്നും അത് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ അതിനെ ഒന്നും കൂടെ ഒന്ന് കറക്റ്റ് ആക്കാനായിട്ട് കൺസെൻസസ് ഏരിയ വിൽ ബി വെരി ബെനിഫിഷ്യൽ ഫോർ അസ്. നമുക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു അതുപോലെ ഏരിയബിളാണ്. ഇപ്പോൾ കെമിസ്ട്രി പ്യുവർ സയൻസിൽ അത് ശരിക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് പലപ്പോഴും വിചാരിക്കുന്ന കൺസെപ്റ്റ്സ് തമ്മിൽ ഒരു ലിങ്കേജ് ഉണ്ടാവുന്ന യാതൊരു നിർബന്ധവും ഇല്ല. നമ്മൾ ചിന്തിക്കുന്നതിന് ഓപ്പോസിറ്റ് വേയിലായിരിക്കാം ഈ രണ്ട് വേരിയബിൾസ് വർക്ക്ഔട്ട് ആവുന്നത്. അപ്പോൾ ഈ കൺസെൻസസ് ഏരിയ യൂസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെദർ വി ആർ ട്രാവലിംഗ് ഇൻ ദ റൈറ്റ് പാത്ത് ഓർ നോട്ട്. സോ അതാണ് കൺസെൻസസ് ഏരിയ. കണക്റ്റഡ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത നമ്മളിപ്പോൾ 3-4 കൺസ്ട്രക്ട്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൺസ്ട്രക്ട്സ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ പേപ്പേഴ്സും കണക്റ്റഡ് ഏരിയ നമുക്ക് കാണിച്ചു തരും. എവറി പേപ്പർ അതിൽ പിന്നെ നമുക്ക് ഫർദർ ആയിട്ട് ഫിൽറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് തിയറി ബേസിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു തിയറി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്റ്റഡ് പേപ്പേഴ്സിൽ ആ പെർട്ടിക്കുലർ തിയറി ആയിട്ട്, അതായത് COR തിയറി, ഫാമിലി ഇൻസിവിലിറ്റി, ഇന്റൻഷൻ ടു ക്വിറ്റും കൂടെ COR തിയറിയിൽ വന്നിട്ട് എല്ലാ പേപ്പേഴ്സും അത് കാണിച്ചു തരും. സോ വി നോ ദാറ്റ് നൗ വി ഹാവ് ടു ടേക്ക് സം അതർ തിയററ്റിക്കൽ ബേസ്. സോ വി ക്യാൻ യൂസ് JDR തിയറി. JDR തിയറി വെച്ചിട്ടാകുമ്പോഴും അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പേപ്പേഴ്സ് വേണം. So we will shift JDR to theory of hand behavior and theory of ഏതെങ്കിലും ഒരെണ്ണം അങ്ങനെ നമ്മൾ റീസെന്റ് ആക്ഷനോ തിയറി ബേസ് ഡിഫറെന്റ് തിയറി ആയിട്ട് ഫിൽറ്റർ ചെയ്ത് നോക്കാൻ പറ്റും നമുക്ക്. അത് കണക്റ്റഡ് പേപ്പേഴ്സിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദാറ്റ് വി വിൽ കം ടു നോ ദാറ്റ് our construct is connected with which other construct which is an consequences ആവാം, അല്ലെങ്കിൽ നമുക്ക് ആന്റിസിഡൻസും കൊടുക്കാം. ഇപ്പോൾ വർക്ക് പ്ലേസ് ഹ്യൂമർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് വർക്ക് പ്ലേസ് ഹ്യൂമർ ആണെങ്കിൽ അതിൻ്റെ ആന്റിസിഡൻ്റ് ആയിട്ട് നമുക്ക് ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് കൊടുക്കാം. ഒരു ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് സ്റ്റൈലാണ് വർക്ക് പ്ലേസിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹ്യൂമറിനെ ഒരു പോസിറ്റീവ് ഹ്യൂമർ ആയിട്ട് എടുക്കുള്ളൂ ആൻഡ് ഇറ്റ് വിൽ എൻഹാൻസ് ദ വെൽബീയിങ്. അപ്പോൾ അവിടെ പോസിറ്റീവ് ഹ്യൂമർ ഇസ് നോട്ട് ദ ഇൻഡിപെൻഡൻറ്റ്, നോട്ട് ദ ഡിപെൻഡൻറ്റ്, ഇറ്റ് ഈസ് എ മീഡിയേറ്റിംഗ് വേരിയബിൾ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചിട്ട് നമ്മളുടെ ഇറ്ററേഷൻസ് മാറ്റി കൊടുക്കാൻ പറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഈ AI ടൂൾസിൻ്റെ ഏറ്റവും വലിയ. പക്ഷെ ഇതൊന്നും തന്നെ നമ്മളുടെ ആക്ച്വൽ റീഡിങ്ങിനെയോ അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുന്നതല്ല. കാരണം ആ റീഡിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയോ അല്ലെങ്കിൽ ഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയോ കൂടെ ഏതൊക്കെ വേരിയബിളിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യുന്നുള്ളതും ഏതിനെയാണ് ആന്റിസിഡൻ്റ് ആക്കേണ്ടത്, ഏതിനെയാണ് കോൺസിക്വൻസ് ആക്കേണ്ടതെന്നും ഏതാണ് മീഡിയേറ്റർ ഏതാണ് മോഡറേറ്റർ എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഇന്റർമിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ അവിടെ തിയറി നമുക്ക് സ്ട്രോങ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ആൻഡ് വി ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്, ബട്ട് പബ്ലിക്കേഷൻ പ്രോബബിലിറ്റി വിൽ ബി ലെസ്. സോ ഇതിനെല്ലാം ഈ എല്ലാ ടൂൾസും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനിവിടെ പറഞ്ഞതെല്ലാം തന്നെ ഫ്രീ വേർഷൻസ് അവൈലബിൾ ഉള്ളതാണ്. വിച്ച് ഇസ് വെരി നമ്മളുടെ ഒരു റിസർച്ച് പേപ്പർ പബ്ലിക്കേഷനുള്ള റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യുന്ന AI ടൂൾസ് ആണ് ഇതൊക്കെ. being body of our research paper. ഇപ്പം നമ്മൾ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. അതിനുശേഷം ലിറ്ററേച്ചർ റിവ്യൂ എപ്പോഴും ഓർക്കണം. ഇപ്പോൾ പല മാനേജ്മെൻറ്റ് ജേർണൽസിനും ലിറ്ററേച്ചർ റിവ്യൂവിൻ്റെ ആവശ്യമില്ല. ആ ഒരു സെക്ഷൻ തന്നെ മാറ്റിയിരിക്കുകയാണ് അവർ. അപ്പോൾ വി ഹാവ് ടു ഗോ ത്രൂ ദ ലേറ്റസ്റ്റ് ഇഷ്യൂസ് ഓഫ് ദി ജേർണൽ വിച്ച് വി ആർ ഗോയിങ് ടു സബ്മിറ്റ്. കാരണം അതിൽ ഇപ്പോൾ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം.
പലതും ലിറ്ററേച്ചർ റിവ്യൂവിനെ തിയറട്ടിക്കൽ ഫ്രെയിംവർക്കിലും ഹൈപ്പോത്തസിസിലായിട്ട് ക്ലബ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കൺസ്ട്രക്റ്റിന്റെ ഡെഫിനിഷനും ഒരു ഇമ്പോർട്ടൻറ്റ് 2 സൈറ്റേഷൻസും മാത്രം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള latest developments of our construct we have to explain in our hypothesis development portion. The hypothesis and theoretical framework is the crux of our paper. The more we read, the more articles we refer, the fine-tune will be our this aspects, like how we are writing hypothesis development എന്നുള്ളത്. പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു റിവ്യൂവർ കമന്റ് ആണ്. സർ പറഞ്ഞു 5 മിനിറ്റ് കൂടി എഴുതുന്നത്. യു ജസ്റ്റ് സീ ദാറ്റ് ദിസ് ഈസ് ഒരു റിവ്യൂവർ റിവ്യൂ ആണ്. ഒരു ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്തതാണ്. അതിന് വന്ന റിവ്യൂ and reply. So you just understand that how rigorous is the reviewing process nowadays. After incorporating all the review comments, it will become altogether a new article. Because every section they have commented it. Now, if the reviews only then 1 to 2 comments alla, 8-9 comments will be there from one reviewer. And in certain journals, you will get 4 reviewers' comments. So if you are incorporating all the 4 reviewer comments, it will become altogether a different article. So this is how namukku reviewer nu eഴുതാനെങ്കിൽ this is how we have to address that reviewer comments. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. Some people will write the reviewer comment first, then answer. And then other highlighted, yellow highlighted or whichever way highlighted, italics answer it. Some people will use the table format. So whichever way you are comfortable with, you can use the reviewer comment. And reviewer comment എഴുതുമ്പോ we contradict ചെയ്യാതിരുന്നാൽ it will be sometimes we may have a feeling that we can contradict this particular comment because that is totally against the way I am pursuing my research. But it's better not to contradict, but somehow a diplomatic way to give the answer. And certain things, like for example, നമ്മളുടെ സ്റ്റഡിയിൽ നമ്മൾ മാർക്കർ വേരിയബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ നല്ല ജേർണൽസ് എല്ലാം പറയുന്നതാണ് നമ്മളുടെ റിസർച്ച് പേപ്പറിൽ ഇൻഡിപെൻഡൻറ്റ്, ഡിപെൻഡൻറ്റ്, മീഡിയേഷൻ, മോഡറേഷൻ ഒപ്പം തന്നെ ഒരു മാർക്കർ വേരിയബിളും കൂടെ വേണമെന്നുള്ളത്. അപ്പോൾ മാർക്കർ വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയബിൾ വിച്ച് നോ വേ റിലേറ്റഡ് ടു യുവർ സ്റ്റഡി. മനസ്സിലായോ? ദാറ്റ് എൻഷുവേഴ്സ് ദാറ്റ് യുവർ ഡാറ്റ കളക്ഷൻ ഇസ് പ്രോംപ്റ്റ്. ഇപ്പോൾ വർക്ക് പ്ലേസ് ഹ്യൂമറായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത കാര്യമാണ് ഫാമിലി വിസിബിലിറ്റി. അല്ലെങ്കിൽ ഫാമിലി വിസിബിലിറ്റി അല്ല, ഇന്റേൺഷിപ്പ് ഒട്ടും തന്നെ ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു കൺസ്ട്രക്ട് എടുക്കുക. പവർ ആൻഡ് പൊളിറ്റിക്സ് അല്ല, പവർ ആൻഡ് പൊളിറ്റിക്സും കണക്ഷൻ വരും. യാതൊരു വിധത്തിലും കണക്ഷൻ ഇല്ലാത്ത ഒരു കൺസ്ട്രക്ട് എടുക്കണം നമ്മൾ. സ്പിരിച്വാലിറ്റി, ഓക്കെ, ഒരു കണക്ഷനും ഇല്ല നമ്മൾ സ്റ്റഡി ചെയ്ത നമ്മളുടെ കൺസ്ട്രക്ട്സ് എല്ലാവരും കൂടിയായിട്ട്. അപ്പോൾ ആ കൺസ്ട്രക്റ്റിനെ കൂടെ നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ ഡാറ്റ കളക്ഷനിൽ യൂസ് ചെയ്യണം, അതിൻ്റെ സ്കെയില് യൂസ് ചെയ്യണം. ആ ഒരു മാർക്കർ വേരിയബിൾ എന്ന് പറയാം, ആ വേരിയബിൾ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. And we have to show that it is no way connected with the study variables. പക്ഷേ ഇതൊരു റിവ്യൂ കമന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കണം, they have no intention that they want to publish our article in the journal. കാരണം നമ്മളുടെ സ്റ്റഡി കഴിഞ്ഞു, നമ്മുടെ അനാലിസിസ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ കമന്റ് ഡസ് ഇൻകോർപ്പറേറ്റ് ദ മാർക്കർ വേരിയബിൾ. ഹൗ കാൻ വി ഇൻകോർപ്പറേറ്റ് ദ മാർക്കർ വേരിയബിൾ? നമുക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ certain comments തന്നെ it's very evident that probability of നമ്മുടെ ആർട്ടിക്കിൾ പബ്ലിഷ് ആവുമോ ആവില്ല എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ Ma'am, this is funny. Martha will try to use that
മാർക്കർ വേരിയബിളോ നമ്മളുടെ സ്റ്റഡിയിൽ ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് ഉണ്ടായിരിക്കും, മോഡറേഷൻ മീഡിയേഷൻ വേരിയബിൾസ് എല്ലാം ഉണ്ടായിരിക്കാം. ഇതിനെല്ലാത്തിനും നമ്മളുടെ ഈ വേരിയബിൾ എല്ലാം തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ കണക്ഷൻസ് ഒന്നുമില്ലാത്ത ഒരു വേരിയബിളിനെയാണ് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റീസൺ എന്താണെന്നുണ്ടെങ്കിൽ ഒരാൾ വെറുതെ എക്സ്ട്രീംലി എഗ്രി അല്ലെങ്കിൽ സ്ട്രോങ്ലി എഗ്രി എന്ന് പറഞ്ഞ് എഴുതുകയാണെങ്കിൽ ഈ ഒരു വിധത്തിലും കണക്ഷൻ ഇല്ലാത്ത ഈ ഒരു വേരിയബിളിന് വളരെ സ്ട്രോങ്ലി എഗ്രി കണക്ട് ചെയ്തു പോകും. അപ്പോൾ അതിന്റെ അനാലിസിസ് കാണുമ്പോൾ നമ്മുടെ ഹൈപ്പോത്തസിസ് ആയിട്ട് acceptable അങ്ങനെ ലിങ്കേജ് വരികയാണെങ്കിൽ that means your data collection is not prompt. So they will reject it. പക്ഷെ അത് നമുക്ക് ഫൈനൽ സ്റ്റേജിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാനും പറ്റില്ല. ഇത് തിയററ്റിക്കൽ ഫ്രെയിംവർക്സ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എല്ലാത്തിലും സ്റ്റഡി ചെയ്തിട്ടുള്ളതായിരുന്നു ഓൾറെഡി. പക്ഷേ ഈ ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്കിൽ ഈ പ്രിപ്പറേറ്ററി ജോബ് സെർച്ച് ബിഹേവിയർ എന്നുള്ള പ്രിപ്പറേറ്ററി സ്റ്റേജ് മാത്രമാണ് ആ മോഡലിൽ ഇല്ലാതിരുന്നത്. പക്ഷെ ബാക്കി എല്ലാവരും എക്സിസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ ദിസ് ഈസ് എ യുണീക്ക് ഇൻട്രഡക്ഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേപ്പർ അക്സെപ്റ്റഡ് ആയി. അപ്പോൾ നമ്മൾ ആ നോവൽറ്റി ഓൾവേസ് യു ഹാവ് ടു ഹാവ് എ നോവൽറ്റി ഇൻ യുവർ പേപ്പർ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഇറ്റ് പബ്ലിഷ്ഡ്. അതുപോലെ ഓരോന്നിനും ഇപ്പോൾ ഇതിനാണെന്നുണ്ടെങ്കിലും ഈ ഒരു ആസ്പെക്റ്റിൽ ഇവിടെ സൈക്കോളജിക്കൽ സേഫ്റ്റി ആയിരുന്നില്ല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റു പല വേരിയബിൾസ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് these all aspects ഇനിയുള്ള ഫർദർ സെക്ഷൻസിൽ ഉണ്ടായിരിക്കും. As I mentioned earlier that how to write. Hope that the session has added some sort of value for your existing knowledge. And regarding the marker variable, if we are putting that in our model, it's totally different concept and how do we connect that? ഇല്ല, നമ്മൾ മോഡലിൽ കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മെത്തഡോളജി ക്വസ്റ്റ്യനിയറിൽ ഉണ്ടായിരിക്കുന്ന ഡാറ്റ കളക്ട് ചെയ്യണം. നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എഴുതണം നമ്മൾ മാർക്കർ വേരിയബിൾ നമ്മൾ പോർട്സ്കോപ്പിന്റെ ഹെർമൻ സിംഗിൾ ഫാക്ടർ ടെസ്റ്റ് ചെയ്യുമല്ലോ നമ്മുടെ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാനായിട്ട്. ഇപ്പോൾ ആ ഹെർമൻ സിംഗിൾ ഫാക്ടർ മെത്തേഡിനല്ല വാലിഡിറ്റി ഉള്ളത്, അനദർ മെത്തേഡാണത് മാർക്കർ വേരിയബിൾ മെത്തേഡ്. അപ്പോൾ നമ്മുടെ ലിമിറ്റേഷന്റെ ഭാഗത്താണ് നമ്മളത് എഴുതുന്നത്. അതാണ് ഇപ്പോഴുള്ള കേസ്. താങ്ക് യു. Thank you for giving me this opportunity. So I hope this session has fulfilled your expectation, right? Yes, okay. Ma'am, thank you for your valuable time and sharing your experience in writing papers. She is very good in writing papers and publishing in very good journals. So that's good. So okay, thank you, ma'am. നമുക്ക് ലഞ്ച് ബ്രേക്ക് നമുക്ക് ആക്ച്വലി ദിസ് എ വാണി സ്കീം. നമുക്ക് റീജിയണൽ ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്കീമാണ്. അതുകൊണ്ടാണ് മലയാളം മാമിനെ ഫോഴ്സ്ഫുള്ളി നമ്മളിങ്ങനെ പറഞ്ഞ് സംസാരിപ്പിച്ചത്. ലാസ്റ്റ് 1.5 months കൊണ്ട് മാം മലയാളം പഠിക്കുകയാണ്. ഐ തിങ്ക് നൗ ഷീ ഈസ് ഓക്കെ. അപ്പോൾ ഞാൻ ശ്രമിക്കാം, എനിക്കൊരു സെഷൻ ഉണ്ട്. ഐ വിൽ ട്രൈ ടു സ്പീക്ക് ഇൻ മലയാളം. ഓക്കെ ഓക്കെ അല്ലേ? നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ അല്ലേ പറയുന്ന സംഭവം? ഓക്കെ, അതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. Then നമുക്കിപ്പോൾ ലഞ്ച് ബ്രേക്കാം. സെയിം ഏട്ടത്തിലാണ് നമുക്ക് ലഞ്ച്. 1:30 മുമ്പ് 1:30 നെക്സ്റ്റ് സെഷൻ വിൽ സ്റ്റാർട്ട്. ബിഫോർ ദാറ്റ് ഒരു ചെറിയൊരു നമുക്ക് ഈ ഫൗസിയ വന്നിട്ടുണ്ടോ മിസ് സൈൻ ചെയ്യണം. സ്വപ്ന Sajini, Suruni. It's okay, thank you. Thank you. So before that, we are
കാണുമല്ലോ അല്ലേ? കാണത്തില്ല. ഞാനിങ്ങനെ മേശപ്പുറത്ത് കയറി നിൽക്കണം സാർ. അത് സാധനം ഇവിടെ ഇവിടെ കിട്ടും. അപ്പൊ എന്റെ തല ഇച്ചിരി കണ്ടോണ്ടിരുന്നാണ് വിലാസറുണ്ട്. ജിയോ ടാഗാണോ? ജിയോ ടാഗ് എനിക്കിവിടെ നന്നായിട്ട് കാണാം. അയ്യോ പുള്ളി ഇടുന്നല്ലേ. എങ്ങനെയുണ്ട് നമ്മുടെ സ്ട്രാറ്റജി? സ്ട്രാറ്റജി